തുറന്ന മനസ്ഥിതി പ്രോഗ്രാമിന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അതിനനുസരിച്ച് എനിക്ക് വായിക്കാൻ പറ്റും. അതൊരു കണക്കിന് നല്ലതുമാണ് ബിഗ് ബുക്കിൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടുത്തെ പ്രശ്നം മദ്യാസക്തി എന്ന് പറയുന്നത് എനിക്കുണ്ടോ, എനിക്ക് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവണം, ഇതാണ് ചോദ്യമുള്ളൂ. അപ്പൊ അവിടെ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഒരു പറ്റം ഇതിലെ ആശയങ്ങളൊക്കെ വളരെയധികം ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വന്നതുകൊണ്ടും ബൈബിളിൽ നിന്നൊക്കെ എടുത്ത പല ഭാഗങ്ങളുള്ളത് കൊണ്ടും ഈ മീറ്റിംഗ് തുടർച്ചയായിട്ട് ഈ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു കത്തോലിക്ക സഭ തൊട്ടിട്ടുള്ള മറ്റു സഭകളൊക്കെ ആയിരുന്നു. പല സഭകളും ഉണ്ട്. അപ്പൊ അവിടുന്നൊക്കെ എല്ലാ സഭകളിലും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ മതത്തിന്റെ ആശയങ്ങളെ എതിർക്കുന്നുമില്ല, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നുമില്ല. അവിടെ തന്നെ ഇതൊന്നുമില്ലാത്ത ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള വിശ്വാസമുണ്ടോ, അല്ലെങ്കിൽ തങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന പല ടൈപ്പുള്ള ആൾക്കാരുണ്ട്. അതാണ് ആഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അവർക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അവരുടെ വിഷയമല്ല. അത്യസ്റ്റ് പരിപൂർണമായിട്ടും ദൈവമില്ല അതിന്റെ അസ്തിത്വത്തിന് തെളിവ് ആവശ്യപ്പെടുന്നുണ്ട്, അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ അത്തരം ആളുകളും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. അവരുടെ ആശയങ്ങൾ മാറ്റാതെ തന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ അത്തരം തർക്കങ്ങൾക്ക് ഇടയുമില്ല. അതാണ് ഈ ഒരു പാംപ്ലെറ്റിന്റെ അടിസ്ഥാനം. 2017 നമ്മുടെ ഈ ഒരു പാംപ്ലെറ്റ് ഇംഗ്ലീഷിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ സ്വതന്ത്രമായിട്ടുള്ള വിവർത്തനമാണ്. അപ്പൊ നമ്മളിങ്ങനെ കുറെ അംഗങ്ങളുടെ കഥകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ മൈക്ക് എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. അപ്പോ മൈക്കിന്റെ കഥയിലേക്ക് പോവാം. ഞാനൊരു നിരീശ്വരവാദിയാണ്. 15 വർഷങ്ങളായി ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ വളരെ ഫലപ്രദമായ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, അതോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു. മതപരമായ കാര്യങ്ങളെക്കുറിച്ച് പൊതുവായ ഒരു അഭിപ്രായം ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഈ മൈക്ക് എന്ന് പറയുന്ന ആള് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹം എയുടെ രീതിയിൽ അദ്ദേഹത്തിന് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം അദ്ദേഹത്തിന് ഇല്ല. എയുടെ നിർദ്ദേശങ്ങൾ ഞാൻ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ എന്നിലുണ്ടായിരുന്ന വ്യക്തതയ്ക്ക് വഴിമാറി. എയുടെ സമ്മാനങ്ങളായ സന്തോഷം, സമാധാനം, കൃതജ്ഞത എന്നിവ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പൊ അവിടെ വളരെ ഏറ്റവും പ്രധാനം, നമ്മൾ പലപ്പോഴും നമ്മൾ ഈ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു ആശയം മനസ്സിലാക്കി, തീർച്ചയായിട്ടും അത് ശരിയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതിലേക്ക് മറ്റുള്ള ആളുകൾ വരണം എന്ന് പറയുന്നിടത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമുണ്ടാവും. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ ഈ സംഘടിതമായ പ്രസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ ആൾക്കാരും ഒരേപോലെ ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കും. പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെ ചില ആളുകൾ അവരുടെ കുറ്റമായിട്ട് പറയല്ല, അത് അവരുടെ അറിവില്ലായ്മ. അവര് ഈ മീറ്റിങ്ങിന് എൻട്രി ഒക്കെ ഇടുക. ചില ആളുകൾ സ്ഥിരമായി വരാത്ത ആൾക്കാരെ ഞങ്ങൾ കേറ്റില്ല എന്ന് പറയാം, പാസ്വേഡ് വെച്ചിട്ട് മീറ്റിംഗ് കയറ്റി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ തുടക്കകാലത്ത്. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഈ ഇതൊരു ഇന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന കാര്യമൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന് ശരിക്കും അങ്ങനെ ഇല്ല. എനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വലിയ ഗൗരവത്തിൽ കാണുന്നതുകൊണ്ടാണ് ഇത് എന്നാ പറഞ്ഞിട്ടുള്ളത്. ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയാം, നമ്മളിപ്പോ കംസ് ഓഫ് ഏജിലൊക്കെ പോകുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളോട് പറയുന്നത് നമ്മളെ വലിയ ഗൗരവത്തിലൊന്നും കാണണ്ട, നമ്മളിങ്ങനെ സംഘടിത പ്രസ്ഥാനം പോലെ ഇത് അറിഞ്ഞാലേ നിൽക്കാൻ പറ്റൂ, ഇങ്ങനെ ചെയ്താലേ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്തിനാണ് പ്രാഥമിക ഉദ്ദേശത്തിന് മാറാതിരിക്കുന്നത്? പൊതുവായി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്ന കാര്യങ്ങൾ മാറുന്നു, പാരമ്പര്യങ്ങളെ പരിപൂർണമായിട്ട് അനുഷ്ഠിക്കുന്നു. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവുന്ന പരിപാടികൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അവിടെ ഇടപെടും, എല്ലാവരും അഭിപ്രായം പറയും. മറ്റേതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എല്ലാവരെയും ഒരേപോലെ ആക്കാനോ ഒരേപോലെ നമുക്ക് സംസാരിപ്പിക്കാനോ ഒന്നിനും കഴിയില്ല. ഷെയറിങ്ങിന്റെ രീതി പോലും നമുക്ക് മാറ്റാൻ പറ്റില്ല ആരുടെ. ഓരോ രീതികളാണ് ഓരോരുത്തരുടെയും. പൊതുവായിട്ട് നമ്മളൊരു സമയം കൊടുക്കുന്നു, അതിൽ ആവശ്യമുള്ളത് നമുക്ക് എടുക്കാം, അല്ലാത്തത് വിടാന്നാണ്. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ എന്തിനാ സഞ്ചരിക്കുന്നത്?
അവിടെയാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. അപ്പൊ ഈ 7 അംഗ മൈക്കിന് അദ്ദേഹത്തിന് സന്തോഷം കിട്ടാൻ തുടങ്ങി, അദ്ദേഹത്തിന് സമാധാനമുണ്ട്, അദ്ദേഹത്തിന് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി തനിക്കുള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവനായി മാറാൻ തുടങ്ങി. പൊതുവെ എന്നെ പോലെയുള്ള മധ്യാസക്തനെ സംബന്ധിച്ചോളം നന്ദി എന്ന് പറഞ്ഞ വാക്കില്ല. ആരെങ്കിലും എന്തു ചെയ്താലും അത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന ചിന്തക്കാരനാണ് ഞാൻ. പിന്നെ എനിക്കുള്ളതിന് നന്ദി പറയാൻ പലപ്പോഴും മറന്നുപോകും. അപ്പൊ അത് അദ്ദേഹത്തിന് മാറ്റം വന്നു. എൻ്റെ ഏലുള്ള ആദ്യ നാളുകളിൽ ഞാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം എല്ലാ മീറ്റിങ്ങുകളിലും ഒരേ കാര്യമാണ് പറഞ്ഞത്. അതായത് എന്റെ സുബോധാവസ്ഥ നിലനിൽക്കണമെങ്കിൽ എന്നെക്കാൾ ഒരു വലിയ ശക്തിയിൽ വിശ്വസിക്കണം, എന്റെ ജീവിതത്തെ ആ വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കണം. മാത്രമല്ല ഒന്നുകൂടി പറഞ്ഞു, ആ വലിയ ശക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു. കുഴപ്പങ്ങള് തുടങ്ങുകയാണ്. എല്ലായ്പ്പോഴും എനിക്കൊക്കെ ഉണ്ടായിരുന്ന അതേ പ്രശ്നം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതൊക്കെ വായിക്കുമ്പോ യഥാർത്ഥത്തിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ഇത് ഒരാളല്ല. നമ്മൾ പറയാറില്ലേ, ഈ യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ പലപ്പോഴും നടക്കുന്നത് അപ്പുറത്തെ വീട്ടില് ഈ കറന്റ് പോകുമ്പോ നെഗറ്റിവിറ്റി പോലും പോസിറ്റീവായിട്ട് മാറാറുണ്ട് എന്ന് പറയാൻ. നമുക്കിപ്പോ ഒരു വിഷമമായിട്ട് ഏടെ മീറ്റിങ്ങിൽ പറയുമ്പോൾ പലപ്പോഴും നമ്മളെക്കാൾ വിഷമം അനുഭവിക്കുന്ന ആളെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ആ ഒരു കാര്യം. ഈ 5ാമത്തെ പടിയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് എന്റെ സ്പോൺസറിന്റെ അടുത്ത് നിന്നൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരനായ പുള്ളിയായിട്ടൊക്കെ ഞാൻ സംശയിച്ചിട്ടാ ചെയ്തത്. പിന്നെ മലയാളിയായിട്ടുള്ള ഒരാളുണ്ട്. കാരണം പല ആശയങ്ങളും കൈമാറ്റം ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇത് ഞാൻ മാത്രമല്ല ഇത്തരം കുഴപ്പങ്ങൾ എന്ന് പറയുന്ന ഒരു ഉറപ്പുണ്ട്. അവര് ഒരിക്കലും ഉപദേശ രീതിയിൽ അവരുടെയും അത്തരം അനുഭവങ്ങൾ ഉള്ളപ്പോ സത്യസന്ധമായിട്ട് അത് പറഞ്ഞു അവര്. അതായിരുന്നു അതിന്റെ പ്രത്യേകത. അപ്പൊ നമുക്കത് കിട്ടും. അപ്പൊ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മൈക്കിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രശ്നമാണ്. ഇതിപ്പോ വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ താരതമ്യേന കുറവാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ. നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശത്തൊക്കെ പലപ്പോഴും അമേരിക്കയിലെയും കാനഡയിലെയും അംഗങ്ങൾക്കൊക്കെ അറിയാം. അവിടെ പല മീറ്റിങ്ങുകളും ഇപ്പോഴാണ് അത്യസ്റ്റ് മീറ്റിങ്ങുകളൊക്കെ വ്യാപകമായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയത്. അതിന് മുന്നേറ്റ ഒരുവിധം മീറ്റിങ്ങുകളിലൊക്കെ അവർ പറയും, പക്ഷെ ദൈവം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉള്ളതാണെന്ന് പറയാറുണ്ട്. സെറനിറ്റി പ്രയർ ചെയ്യുമ്പോൾ പറയാറുണ്ട്. ഓരോ ഗ്രൂപ്പും പല ഗ്രൂപ്പുകളും ആദ്യം മുതലേ ചെയ്തിരുന്ന ഈ എന്താ പറയുക, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയൊക്കെ അവസാനത്തില് പ്രാർത്ഥിക്കാറുണ്ട് മീറ്റിങ്ങുകളിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്ന അവര് ബാങ്കോക്കിൽ നടക്കാൻ പോകുന്ന വേൾഡ് സർവീസിന്റെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് താൽക്കാലികമായിട്ട് ഇത് വേണ്ട ഈ വർഷം എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ പോലും 2 or 3 പേരൊക്കെ ആ പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാറുണ്ട്. അത് സത്യസന്ധതയുടെ ഭാഗമാണ്. നമ്മൾ വിചാരിക്കും എന്തിനാ അവര് മാറി നിൽക്കണം. തീർച്ചയായിട്ടും അവർക്കതില്ലെങ്കിൽ അവർ അപമാനിക്കാനായിട്ട് നിൽക്കണ്ട എന്നുള്ളതാണ്. അവര് എതിർക്കുന്നില്ല അവിടെ. അപ്പൊ അത്തരം രീതിയിൽ വന്നതാണ്. അപ്പൊ വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കേ മനസ്സിലാവും. അവർക്ക് അത്ര പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാര്യം കേട്ടത് കൊണ്ട് വിശ്വാസം വരില്ല. അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനായിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട്, കൊതിപ്പിച്ചത് കൊണ്ട്, പേടിപ്പിച്ചത് കൊണ്ട് വിശ്വാസം വരും. പല ആൾക്കാരും തെറ്റായിട്ടൊക്കെ ഏടെ സന്ദേശം കൊടുക്കുക, നീ വലിയ വർത്താനം എന്ന് പറയണ്ട, നിന്നെക്കാൾ വലിയ ആളാണ് മറ്റാള്, അയാള് വന്നു, ഇതൊക്കെ പറയാൻ പറ്റും. ആരോടറിയോ? സാധാരണ ആയിട്ട് ഈ സംശയത്തിൽ നിൽക്കുന്ന ആഗ്നോസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ആളുകളോട് പറയാൻ പറ്റും. ഒരു എത്തിസ്റ്റ് ആയിട്ടുള്ള ആള് ഇനി അയാൾ ഏത് തകർച്ചയിലുണ്ടെങ്കിലും അയാളുടെ തലച്ചോറിന് കേട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ വിശ്വാസമൊന്നും ആവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ അത്രയും ആ സയന്റിഫിക് ടെമ്പറിലുള്ള അത്തിസ്റ്റ് ആയിരിക്കണം. അതല്ലാണ്ട് ദൈവവിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. തങ്ങളുടെ ചക്കര ദൈവം തനിക്ക് വേണ്ടത് തന്നിട്ടില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ 2ാമത്തെ പടി, നമ്മുടെ 4ാമത്തെ അധ്യായം, ആജ്ഞേയവാദികൾ എന്ന് പറയുന്ന, മലയാളത്തിൽ നിരീശ്വരവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായം ഉണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് അത്തരം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരല്ല എത്തിസ്റ്റുകൾ. അപ്പൊ എത്തിസ്റ്റുകളോട് നമ്മൾ അവരെ ഒരു സുപ്രഭാതത്തിൽ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജീവിതത്തിൽ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അത് ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള കഥകൾ പറഞ്ഞത് കൊണ്ടോ അവന്റെ കണ്ടോ, അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. നമ്മൾ അനുഗ്രഹങ്ങളെ എണ്ണില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ദുരന്തമുണ്ടായാൽ അത് ഈ കാര്യം കൊണ്ടാണ് എന്ന്
നമ്മൾ ഇട്ട് കൊടുക്കും. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്. നമ്മൾ വിശ്വാസിയാണല്ലോ. അപ്പൊ നമ്മൾ മറ്റാളെ ആ രീതിയിലാണ് കാണുക. അയാൾക്ക് ഇത് വിശ്വാസിക്കാണ് ഈ ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ പറയാ? അയ്യോ ദൈവത്തിന്റെ പരീക്ഷണമാണെന്ന് നമ്മൾ പറയും. ഇതൊക്കെ എന്താ അറിയോ, നമ്മുടെ കാഴ്ചപ്പാടുകളാ യഥാർത്ഥത്തില്. അപ്പൊ അതാ പറയുന്നത്, നമ്മൾ ഒരാളെയും നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുവരിക, അതല്ല എയുടെ പ്രോഗ്രാം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യകാലത്ത്. അപ്പൊ നമുക്കിത് പഠിക്കണം. പുതുതായിട്ട് വിശ്വാസമില്ലാത്ത ആൾക്കാർ വരുമ്പോ അവരെ വിശ്വാസത്തിലേക്ക് എത്തിക്കുന്ന പരിപാടിയല്ല AA. അവർ എന്തിനാണോ നിൽക്കുന്നത് അതിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. കാരണം മീറ്റിങ്ങുകളിൽ അവരവരുടെ അനുഭവമാണ് ഓരോ അംഗങ്ങളും പറയുന്നതാണ്. അപ്പൊ മൈക്കിന് ബുദ്ധിമുട്ടായിരുന്നു. മറ്റാളുകളൊക്കെ ദൈവത്തിന്റെ പേര് ഇങ്ങനെ പറയുന്നു. മാത്രമല്ല, ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളോട് പറയാണ്, നിന്റെ സുബോധം കള്ളു കുടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ശക്തിയിൽ വിശ്വസിക്കണം. അപ്പൊ അതെന്തിനാ? എന്നെ കൊണ്ടോ മറ്റു പല മാർഗങ്ങളും ഞാൻ നോക്കി, എന്റെ കുടി മാറിയില്ല, ഇനിയിപ്പോ എന്തിനാ ഒരു വലിയ ശക്തിയിൽ ഞാൻ വിശ്വസിക്കണം? ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുകയാണ്, അതിനെ വിട്ടുകൊടുക്കണം ജീവിതത്തെ എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത ഒന്നിനേക്ക് വിട്ടുകൊടുക്കാനാ പറയുന്നത്. അയാൾക്ക് അത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആലോചിക്കണം. എന്റെ വിശ്വാസങ്ങളെ ത്യജിക്കണമെന്നും എന്റെ സുബോധത്തിന് ഞാൻ നൽകേണ്ട വിലയാണ് എന്നും കരുതി ഞാൻ ഭയന്നു വിറച്ചുപോയി എന്ന് മൈക്ക് പറയാണ്. മൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഭയന്നു വിറയ്ക്കുകയാണ്. കാരണം മൈക്ക് വിശ്വാസിയല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ബിലീവ് ഉണ്ട്. എന്താണ്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവമില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട് ആ കാര്യത്തെക്കുറിച്ച്. അത് മൊത്തം കളയണം, കുടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കളയണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ കുടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു വില കൊടുക്കണമല്ലോ, എന്റെ ദൈവവിശ്വാസം മാറ്റണമല്ലോ എന്നൊക്കെ പുതുതായി കടന്നു വരുന്ന ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അംഗങ്ങളൊക്കെ അത് കരുതും. കാരണം മീറ്റിംഗിൽ കേൾക്കുന്ന കാര്യം എന്താണ്? മീറ്റിംഗിന്റെ തുടക്കത്തില് സെറനിറ്റി പ്രയറിലാണ് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് ഷെയർ ചെയ്യുന്ന ഓരോ അംഗങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ആ വലിയ ശക്തി എന്ന ആശയം പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി ദൈവം എന്ന് പറയുന്നു. ഒരു അത്വിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രഹസനമാണ് സജി എന്ന് പറയുന്ന രീതിയിൽ അത്വിസ്റ്റ് അന്തം വിട്ടിരിക്കും. എന്തൊക്കെയവൻ ഈ പറയുന്നേ? ഞാൻ എവിടെയാണ് എത്തിപ്പെട്ടത്? അയ്യോ, ഞാൻ എന്റെ കുടി നിർത്താനായിട്ട് ഈ പറയുന്ന ആളുകളുടെ ഒപ്പമായല്ലോ. ഇതിലും നല്ലത് ഞാൻ കുടിക്കുകയാണെന്ന് ഒരു അത്വിസ്റ്റ് കരുതും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവന്റെ വിശ്വാസം പോയത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവക്കാരനല്ല അവൻ. അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും തന്റെ ചക്കര പ്രഭുവായ ദൈവം ആകാശമാമൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല എന്ന വിശ്വാസം കൊണ്ട് പോയതല്ല. വളരെ കൃത്യമായ ബോധ്യത്തിൽ അവൻ മാറിയതാണ് അവന്റെ വിശ്വാസങ്ങളിൽ നിന്ന്. ഇത് വിശ്വാസമില്ലാത്ത ഒരാൾക്കത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അങ്ങനെ മൈക്കിനും ആ ഒരു വിഷയം ഉണ്ടായി. അപ്പൊ ആ മൈക്ക് എന്തായി? അദ്ദേഹം ഒരു സ്പോൺസറെ കണ്ടെത്തി. ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിലായി. പക്ഷെ കുടിക്കാതിരിക്കണമായിരുന്നു. അദ്ദേഹം എന്നെ ഒന്നാം പടിയിൽ കൂടി സഞ്ചരിച്ചു. അദ്ദേഹത്തിന്റെ സ്പോൺസർ ഒന്നാമത്തെ പടിയെ കുറിച്ച് പറഞ്ഞു. സത്യം സത്യമല്ല എന്ന് നടിക്കാതെ, എന്താണ് സത്യം? ആ സത്യം, നിനക്കുള്ള സത്യം നിന്റേതാണ്. നീ അതിനെ മാറ്റി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നിന്റെ വിശ്വാസങ്ങൾ ഒന്നും മാറ്റാതെ നിനക്ക് സാധ്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിനോട്. നിനക്ക് സുബോധത്തിലേക്ക് വരാനായി സാധിക്കും. നീ യാതൊരു തരത്തിലും അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യസന്ധത എന്ന പ്രോഗ്രാമിന്റെ മുഖമുദ്രയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. സുബോധ ജീവിതത്തിന് സത്യസന്ധത അത്യന്താപേക്ഷിതമാണ് എന്ന് ആ സ്പോൺസർ മൈക്കിനെ പഠിപ്പിച്ചു എന്ന് പറയാം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം. പലപ്പോഴും ഞാൻ ആദ്യകാലത്ത് പല ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള സുഹൃത്തുക്കളെ, പഴമക്കാരായിട്ടുള്ള സുഹൃത്തുക്കളെ, ഞാൻ പേരൊന്നും പറയില്ല, കാരണം അവരുടെ അനോണിമിറ്റി അവർക്ക് തീർച്ചയായിട്ടും അതിലൊക്കെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. ഞാനതിനെ വിമർശിച്ചുമല്ല.
അങ്ങനത്തെ കുറെ ആളുകളെ പരിചയപ്പെട്ടു. പിന്നീടുള്ള യാത്രയിൽ ഇവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് പലരും ആഗ്നോസ്റ്റിക് ആണെന്ന് മനസ്സിലായി. പഴമക്കാരാണ്, ഏഴ് വിഷയാവതരണമൊക്കെ നടത്തുന്ന ആളുകളുമാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ വിശ്വാസം ഉണ്ടോ? ഒരാളെ സംബന്ധിച്ചോളം അത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവം ഉണ്ടായാലും എനിക്ക് യാതൊരു കാര്യമില്ല, ദൈവം ഇല്ലെങ്കിലും കാര്യമില്ല എന്ന്. പക്ഷെ അദ്ദേഹം ദൈവാനുഗ്രഹം കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇല്ലാത്ത ഒരാളുടെ പേര് പറഞ്ഞിട്ട് താങ്കൾ എന്തിനാ ഈ സുബോധത്തിന്റെ കാര്യം പറയണത്? താങ്കൾക്ക് സഹായം കിട്ടുന്നുണ്ടോ? അല്ല, അതിപ്പോ എല്ലാവരും പറയണതല്ലേ, ഞാനും പറഞ്ഞതാണ്. വേറൊരാള് പറഞ്ഞു, അത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാകണ്ട എന്ന്. അപ്പൊ ഞാനൊക്കെ ഈ തുടക്കത്തില് വേറൊരു എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും ഇങ്ങനെ പറയരുത്. ഇപ്പൊ എനിക്ക് സ്വയം മാറ്റം വന്നാട്ടോ. ആദ്യ കാലത്തൊക്കെ ഞാൻ വല്ലാതെ എന്താ പറയാ, എന്താ വെച്ചാൽ എല്ലാവരും ഇത് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോ വല്ലാത്ത രീതിയിൽ ഞാൻ ഇതില്ല എന്നതിന് പോരാട്ടം നടത്തി തുടക്കകാലത്ത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആൾക്കാരത് ഓവറായിട്ട് പറയുമ്പോ എനിക്കും ഉണ്ടാവും ഒരു ആഗ്രഹം, അതില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നും അല്ല ഏടെ പ്രോഗ്രാം എന്ന് ഈ മൈക്കിന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് പതുക്കെ പതുക്കെ. അതുകൊണ്ടാണ് പിന്നീട് തർക്കത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പ്രോഗ്രാം തുടങ്ങിയപ്പോഴാണ് പറ്റിയത്. പിന്നീട് ഒരു തർക്കം ഉണ്ടായിട്ടില്ല വിശ്വാസികളായിട്ട്, എസ്പെഷ്യലി വിശ്വാസികളായിട്ട് ഒരു തർക്കം ഉണ്ടായിട്ടില്ല എനിക്ക് എന്റെ പ്രോഗ്രാമുമായിട്ട് പോകുന്നത് പുറത്ത് വളരെ കൃത്യമായിട്ട് തന്നെ എന്റെ നിലപാടുകളും ആശയങ്ങളും ഞാൻ മാറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഈ പറയുന്ന സ്വതന്ത്ര ചിന്തയോടൊക്കെ അടുപ്പം വന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് മാറ്റം വരിക ചെയ്തേല്. അതുവരെ പലപ്പോഴും അഭിനയമാണ്, ഒരു സ്വതന്ത്ര ചിന്തകൻ ആയിരുന്നില്ല എന്ന് പോലും എന്നെ ബോധ്യപ്പെടുത്തിയത് പടികളായിരുന്നു. എന്റെ പൊങ്ങച്ചം, എന്റെ സ്വഭാവത്തിലെ കുറെ കുഴപ്പങ്ങൾ, എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്തയിലേക്ക് ഞാൻ എടുത്തു ചാടി എന്നുള്ള ആ ഒരു പരിശോധന പോലും 4ാമത്തെ പടിയിലൊക്കെ നടക്കാൻ എന്നെ സഹായിച്ചു. അപ്പൊ പ്രോഗ്രാം വലിയൊരു ഉത്തരാണ്. വിശ്വാസിക്കും അവിശ്വാസിക്കും അവരുടെ രീതിയിൽ പോകാൻ. യഥാർത്ഥത്തില് നമ്മൾ പറയുന്ന 2ാമത്തെ പടിയിൽ പറയുന്ന കാര്യമാണ്, വിശ്വാസമായിക്കോട്ടെ അവിശ്വാസമായിക്കോട്ടെ ഞങ്ങളുടെ കുടി നിയന്ത്രിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നീട് ആദ്യം കുടിയുടെ കാര്യത്തിലാണ് മദ്യാസക്തർ വരിക. അവരോട് ജീവിതം അനിയന്ത്രിതമായിരുന്നു എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം അത് അവര് തിരിച്ചറിയണം. സ്വയം തിരിച്ചറിയാണ്ട് വേറൊരാളുടെ ജീവിതത്തിൽ കയറി നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോ വേറെ ആളുകൾക്ക് വിഷമമാകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ വിമർശിക്കുന്ന പരിപാടികൾ ചെയ്യുന്നില്ല എന്നല്ലാതെ അവർക്ക് വേണ്ടി ഞാൻ അഭിനയിക്കേണ്ട കാര്യമില്ല എന്ന പ്രോഗ്രാം എന്നെ പഠിപ്പിച്ചു. കാരണം എന്റെ സുഹൃത്തുമായിട്ട് എന്റെ സൗഹൃദം എന്ന് പറയുന്നത് ഞാൻ അവന്റെ വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടുള്ള സൗഹൃദമല്ല. ജനാധിപത്യ വ്യവസ്ഥയിലെ സൗഹൃദങ്ങൾ എങ്ങനെയാ? നമ്മൾ പറയാറുണ്ട്, മതേതരത്വം എന്ന് പറയുന്നതൊക്കെ പുറത്ത് വിഷയമാണെങ്കിലും പറയാം. ഒരു പള്ളിയിലെ അല്ലെങ്കിൽ കഴുത്തിൽ കുരിശുമാല ഇട്ട ആളും ഒരു കാവി ഡ്രസ് ഇട്ട ആള്, ഒരു തലയിൽ തൊപ്പിയൊക്കെ ഇട്ട ആള് കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ അല്ല നമ്മുടെ മതേതരത്വ സങ്കല്പം. അപ്പോ ഓരോ മനുഷ്യനും അവന്റെ വിശ്വാസത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുക. ആർട്ടിക്കിൾ 52AH അനുസരിച്ച് ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് പൗരന്റെ. സ്വതന്ത്ര ചിന്തയെ വളർത്തുക, അതുകൂടി അവകാശമുണ്ട്. അവനവന്റെ മതത്തിൽ വിശ്വസിക്കാനായിട്ട് ആർട്ടിക്കിൾ അവനെ അനുവദിക്കുന്നുണ്ട്. 52 തന്നെ അവന്റെ വിശ്വാസത്തിൽ നിൽക്കാൻ. അതേപോലെ തന്നെയാണ് സ്വതന്ത്ര ചിന്തകർക്കും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ ഞാൻ എന്റെ വിശ്വാസം ഇല്ലായ്മയായിക്കോട്ടെ, മറ്റൊരാൾക്ക് വിശ്വാസം ഉണ്ടായിക്കോട്ടെ, ഞാൻ ഒരാളെ അഭിനയിച്ചുകൊണ്ടോ ഞാൻ വിശ്വാസിയാണ് എന്ന് നടിച്ചത് കൊണ്ടോ അല്ല അവരുമായിട്ടുള്ള സൗഹൃദം ഞാൻ ഉണ്ടാക്കേണ്ടത്. നേരിട്ടിട്ട് ഇപ്പൊ നമ്മൾ അവരെ ഹനിക്കുക അല്ലെങ്കിൽ അവരുടെ ക്രോസ് ഷെയർ ചെയ്യുക, അതൊന്നും ഏലില്ല. കാരണം ഏലി നമ്മൾ അതിന് വന്നതല്ല. ഇവിടെ ദൈവം ഉണ്ടോ അല്ലെങ്കിൽ ദൈവമില്ല എന്ന് തർക്കിച്ച് തെളിയിക്കാനല്ല ഞാൻ ഏലു വന്നത്. ഏലി ഞാൻ നിൽക്കുന്നത് എന്റെ മദ്യാസക്തിയുടെ കാര്യത്തിലാണ്. മറ്റേതൊക്കെ പുറത്തെ ഇടപാടുകളാണ് എന്റെ. അപ്പോ ആ പുറത്തെ ഇടപാടുകളിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് വേറെ ആരും പറയാറില്ല. പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യില്ല, അയാളോട് പറയും, ചേട്ടന്റെ പരിപാടിയുമായിട്ട് ചേട്ടൻ പോയിക്കോളൂ എന്ന് നമ്മൾ നേരിട്ടിൽ പറയും. കാരണം നോ എന്ന് പറയാൻ പ്രോഗ്രാം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ. നമ്മൾ ആരുടെ അടിമയല്ലല്ലോ, നമ്മൾ ആരുടെയും ഉടമയുമല്ല. നമ്മൾ ആരെയും എന്ത് ചെയ്യേണ്ട, അടിമയാക്കാനും നിൽക്കണ്ട. നേതാവുമില്ല, അണികളുമില്ല. അണികൾ ഉണ്ടപ്പോഴാണ് അടുത്ത അണിയായിട്ട് നേതാവ് ആകാൻ, അണികളെ ഉണ്ടാക്കാൻ തോന്നുക. ആരുടെയെങ്കിലും കീഴിൽ അണിയായിട്ട് നിൽക്കുന്ന പ്രോഗ്രാം അല്ലേ. അപ്പോ സ്പോൺസർഷിപ്പിലൂടെ മൈക്കിനും കിട്ടിയത് അതാണ്. 1ാമത്തെ പടിയിലൂടെ വളരെ കൃത്യമായിട്ട്
ഞാനൊരു മദ്യാസക്തനാണ്. പലപ്പോഴായിട്ട് എന്റെ ജീവിതത്തില് മദ്യം കൊണ്ട് അനിയന്ത്രിതാവസ്ഥ ഉണ്ടായി എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഇതൊന്നുമല്ല, പല തർക്ക വിഷയമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിന്റെ ഈ സെമി കോളം എഴുതിയതും അതേമാതിരി എന്താ പറയാ ഒന്നാമത്തെ പടിക്കുന്ന രണ്ട് പാർട്ടല്ല എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യം പലപ്പോഴായിട്ട് എന്നെക്കാൾ വലിയ ശക്തിയായിരുന്നു. ഞാൻ എത്രയോ തവണ കുടി നിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കുടി നിർത്താൻ പറ്റിയിട്ടില്ല. അപ്പോ കൂട്ടായ്മയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ള ആളുകളിൽ നിന്ന് കേൾക്കാനും തുടങ്ങുമ്പോൾ കളക്റ്റീവായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ നേരിടുമ്പോൾ കുടിക്കാതിരിക്കാനായിട്ട് മറ്റുള്ളവരുടെ ഷെയറിങ്ങിലൂടെ നമുക്ക് മാറ്റം ഉണ്ടാവുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അവിടെ നമുക്ക് വലിയ ശക്തി എന്ന ഒരു ആശയത്തെ നമ്മൾ കണ്ടെത്തും. കുടിക്കാതിരിക്കുക എന്ന പ്രക്രിയയാണ്. മാത്രമല്ല, കുടിക്കാതിരിക്കുന്ന സമയത്തും എന്റെ ജീവിതത്തിൽ പല പ്രശ്നമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഇതിൽ ഷെയർ ചെയ്യുന്ന 7 അംഗങ്ങളുടെ ഷെയറിംഗ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഏകദേശം ഒരേ സ്വഭാവമുണ്ട് പല അംഗങ്ങൾക്കും. പെട്ടെന്ന് ദേഷ്യം, വൈകാരികമായ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല, കുട്ടിയില്ല. അങ്ങനെയാണ് പ്രോഗ്രാം ഒക്കെ ചെയ്യാനുള്ള തുടക്കം. അപ്പോഴാണ് മനസ്സിലാവുന്നത് കുടിക്കുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും നിയന്ത്രണ വിധേയമല്ല എന്നും അതിലേക്ക് മദ്യം കയറി വന്നപ്പോ യഥാർത്ഥത്തിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഡിപ്പെൻഡ് ചെയ്തതാണ് മദ്യത്തെ എന്ന് പോലും കണ്ടെത്തുകയാണ്. പല കാര്യവും കൈകാര്യം ചെയ്യാൻ മറ്റുള്ളവരുടെ പോലെ മാനസികമായ കഴിവില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഓരോ വ്യക്തിക്കും അവരവരുടെ രീതിയിൽ ഒന്നാമത്തെ പടിയിലൂടെ കണ്ടെത്താനും തുടർന്ന് ബാക്കി പടികൾ പോകണമെന്ന് കണ്ടെത്താനും പറ്റും. അദ്ദേഹത്തിന് സത്യസന്ധത അഭിനയിക്കേണ്ട കാര്യമില്ല, ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ഞാൻ അറ്റ്ലിസ്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സത്യസന്ധനാവുക അവനവനോട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് കൂടി പഠിപ്പിച്ചു എന്ന് പറയും സ്പോൺസർ. പക്ഷെ സത്യസന്ധനാവാൻ എനിക്ക് എന്നെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള എന്റെ വിഷമമല്ല, സത്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു എന്ന് പറയാണ് എന്റെ മദ്യപാനാസക്തിയുടെ കാരണം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തില് സത്യം എന്ന് പറയുന്നതിനെ പരിശോധിക്കാൻ അതിന് വിഷമം ഉണ്ടായിട്ടല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, അവനവനോട് സത്യസന്ധത എന്ന് പറയുമ്പോൾ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ട് നമ്മൾ നമ്മളോട് സത്യസന്ധനല്ലാതെയാകും, മറ്റുള്ളവരോടല്ലേ നമ്മൾ ഈ നുണ പറയാൻ. അത് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് ഒന്നാമത്തെ പടിയൊക്കെ സ്പോൺസറുടെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ 2ഉം 3ഉം അധ്യായങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ കുറെ കാര്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടെത്തും. അവിടെ നമുക്ക് സത്യസന്ധത നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുകൂടി പലരും കണ്ടെത്താൻ. എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് തന്നെ സത്യസന്ധത ഇല്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ കുടിച്ചിരുന്നത്. ആഗ്രഹം കുടിയുടെ ഏറ്റവും തീവ്രമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടി നിർത്താനുള്ള ആഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് പറ്റില്ല. കാരണം അലർജിയാണ് ശരീരത്തിൽ. വൺസ് ഡ്രിങ്ക് എടുത്താൽ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ആദ്യത്തെ പെഗ് എടുക്കാതിരുന്നാൽ മതിയല്ലോ. നമ്മൾ പറയാറുണ്ട് തമാശ രീതിയിൽ അരപ്പടി മതി ഒന്നാമത്തെ കുടിക്കാതിരിക്കാൻ. പല ആൾക്കാർ എക്സസീവ് ആയിട്ടുള്ള പല ഡ്രിങ്കേഴ്സും നിർത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ അറിയില്ല അവരുടെ ജീവിതം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ, എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. കാരണം നമ്മൾ അവരോട് ചോദിക്കാറില്ലല്ലോ എങ്ങനെയാ നിങ്ങളുടെ ജീവിതത്തിൽ. മദ്യപിക്കുന്നില്ല അവരൊന്നും എനിക്കറിയാം. അവര് മീറ്റിങ്ങിലൊന്നും പങ്കെടുക്കുന്നുമില്ല. പക്ഷെ അടുത്ത എന്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓരോ അനുഭവം അവസാന കാലത്തുണ്ടായ മുഴുവൻ അനുഭവങ്ങളും നാണം കെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു. വലിയ സാമൂഹികപരമായ വിപത്തുകൾ, ആളുകളുടെ മുന്നിൽ അപമാനിതനായിട്ടും എന്റെ കുടി നിർത്താൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അവിടെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ പറയാറുണ്ട് നമ്മളെ ഈ ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉപകരണമാണ് മനുഷ്യന്റെ ശരീരം എന്നാ പറയുന്നത്. ജീനുകളെ കൈമാറ്റം ചെയ്യപ്പെടും. ഇപ്പോ രണ്ട് അമ്മയുടെ അച്ഛന്റെയും ക്രോമസോമുകൾ ഉണ്ട്. ഇപ്പോ ആ ക്രോമസോമുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നു. അത് പല തലമുറകളിലൂടെയാണ് ജീനുകളുടെ. അപ്പൊ നമ്മുടെ സ്വഭാവത്തിനൊക്കെ വളരെയധികം ബന്ധമുണ്ട് നമ്മുടെ മുൻ തലമുറകളുടെ ഒക്കെ. നമ്മളെ എല്ലാ കാര്യവും ഇന്ന് നമ്മൾ DNA ടെസ്റ്റ് തൊട്ട് പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചിമ്പൻസിയുമായിട്ട് മനുഷ്യനുള്ള വളരെ അടുത്ത സാമ്യമൊക്കെ നമുക്കറിയാൻ പറ്റി. മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നാണ്, 19 വർഷമായിട്ടുള്ളൂ.
ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ് മനുഷ്യവർഗം മുഴുവൻ എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് കടന്നു വന്നു. അപ്പൊ ഈ ജീനുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ജീനുകൾ മാക്സിമം അതിന്റെ ശരീരത്തെ നിലനിർത്താനായിട്ട് കഠിന ശ്രമം ഉണ്ടാവുന്ന പറയുന്നത്. താൻ ഏത് ശരീരത്തിലാണോ ഉള്ളത് അതിനെ നിലനിർത്താനായിട്ട് ആ ഒരു പോരാട്ടം ഇല്ലാതെ ഞാൻ മരിച്ചു പോകും എന്ന് പറയുന്ന അവസ്ഥയിലും എക്സസീവായിട്ട് ഞാൻ ഡ്രിങ്ക് ചെയ്യുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദ്യം കൊണ്ട് എനിക്ക് യാതൊരു തരത്തിലും ഗുണമില്ല എന്ന് അറിഞ്ഞിട്ടും ഇനി ഞാൻ കുടിക്കില്ല എന്ന തീരുമാനങ്ങൾ എടുത്തിട്ടും എത്രയോ തവണ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് ഞാൻ, ബ്ലഡ് മറ്റേത് ഗ്ലൂക്കോസ് കയറ്റിയിട്ടുണ്ട്, ഭയങ്കര അപമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ പറയുന്ന സയൻസ് പറയുന്ന രീതിയിൽ ഞാൻ കുടിക്കാതിരിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് കുടിക്കാതിരുന്നതെന്ന് വെച്ചാൽ ആ സത്യസന്ധമായ ആഗ്രഹം ഏതറ്റം വരെയും പോകാൻ എനിക്കിത് പറ്റില്ല, അത് കടന്നു വരുന്നില്ല തലച്ചോറിന്. വേറെ പല കാര്യങ്ങളും ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയില്ലേ, ഒരു പത്താമത്തെ നിലയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ആള് മരിക്കും. 10 വേണ്ട 3 നിലഷം പോർന്ന് ചാടിയാൽ തന്നെ പണി കിട്ടുമെന്ന് അറിയാൻ നമ്മൾ പറയാണ് ഞാൻ ചാടി നോക്കിയിട്ട് ഞാൻ അറിയൂന്ന് ആരും പറയില്ല. വിവരമുള്ള ആളുകൾ മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കും. ഇത് ചാടി കഴിഞ്ഞാൽ എനിക്ക് അപകടമാണുള്ളത്. ആ ഒരു കാര്യം പോലും, സാമാന്യ ബോധം പോലും മദ്യത്തിന്റെ കാര്യത്തിൽ കടന്നു വരുന്നില്ല. അവിടെയാണ് സത്യത്തെ അഭിമുഖീകരിക്കുകയല്ല, സത്യത്തിൽ നിന്ന് ഒളിച്ചൂട്ടമാണ്. കുടിക്കാതിരിക്കുന്ന സമയത്ത് മൈക്കിനെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ വ്യക്തിയും അവനവൻ കുടിക്കാൻ തന്റെ മദ്യാസക്തിയുടെ കാരണം എന്താണ് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പടിയിൽ പറയുന്ന പോലെ പരിപൂർണമായിട്ടുള്ള പരാജയം സമ്മതിക്കാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്താന്ന് അറിയണം. ഞാനിപ്പോ ശക്തിയുള്ള ഒരാളാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? പലപ്പോഴും എൻ്റെ മകനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവൻ ചോദിക്കാറുണ്ട്, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അച്ഛൻ എന്നെ പറയുന്നത് എനിക്ക് യാതൊരു കഴിവില്ല എന്നാണ് ചോദിക്കുക എന്നോട്. അപ്പൊ ഞാൻ പറയും അങ്ങനെയല്ല, നിനക്ക് കഴിവുണ്ട്, നീ എന്ത് ചെയ്യുന്നില്ല, കഴിവുകളെ വിനിയോഗിക്കാനായിട്ട് നിനക്കൊരു കുഴപ്പമുണ്ട് എന്ന് അറിയുന്നില്ല. അവിടെ യഥാർത്ഥ കോൺഫിഡൻസ് കടന്നു വരാത്തത് എനിക്കൊരു കുഴപ്പമുണ്ട്, ആ കുഴപ്പത്തെ ഞാൻ പരിഹരിക്കേണ്ടതുണ്ട് എന്നറിയാം. ഇത് ഫേക്ക് ആയിട്ടുള്ള സാധനമുണ്ട്, അതിന്റെ പേര് കോൺഫിഡൻസ് എന്നല്ലേ. അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്, കുട്ടികൾക്കൊക്കെ ഉണ്ടാവാറുണ്ടത്. ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ആ ഒരു പരിഹാസം നിറഞ്ഞ് എന്നെ കൊണ്ട് പറ്റുമെന്ന് മറ്റുള്ളവരെ കാണിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയുണ്ട്. അഹംഭാവം നിറഞ്ഞ പരിപാടിയാണത്. അതുകൊണ്ടായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും കുടിച്ചു പോയത്. എനിക്ക് ആരുടെ സഹായം വേണ്ട, ഇത്തരം അനുഭവങ്ങൾ തന്നെ ഞാൻ എത്ര തവണ വെല്ലുവിളിച്ചിട്ടുണ്ട്. എത്ര തവണ മോട്ടിവേഷണൽ കോട്ടുകൾ ഞാൻ തകർച്ചയിൽ നിന്ന് കയറി വരും, മറ്റേത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പല മോട്ടിവേഷണൽ കോട്ടുകളും എൻ്റെ ഫേസ്ബുക്കിലെ മെമ്മറിയിൽ കയറി വരുമ്പോൾ എന്നെ നോക്കി പല്ലിളിക്കാറുണ്ട്. കാരണം ഇതൊക്കെ ഞാൻ ഇട്ടിട്ടൊന്നും എനിക്ക് പറ്റിയിട്ടില്ല, പ്രാവർത്തികമായിട്ടില്ല. അവിടെയാണ് എ വ്യത്യസ്തമായത്. എയുടെ ഒന്നാമത്തെ പടി വ്യത്യസ്തമാകുന്ന അവിടെയാണ്. ഈ ലോകം മുഴുവൻ നേടാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറയുന്ന കോൺഫിഡൻസ് അല്ല ആദ്യം നന്ന്. നിനക്കൊരു കുഴപ്പമുണ്ട്, അത് കണ്ടെത്തുക എന്നാ പറയുന്ന ഒന്നാമത്തെ പടി. നിന്റെ കുഴപ്പം നീ കണ്ടെത്തുക, ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്തുകൊണ്ടാ കുടിച്ചെന്നുള്ള കാരണം, നിനക്ക് കുടി നിർത്തണോ? ഈ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ നിർത്ത്. നീ എന്തുകൊണ്ടാ കുടിച്ചത്, നീ ആരാണ്? അപ്പൊ അവിടെ മൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ല, എന്റെ അഹംഭാവം ഒരു പ്രശ്നം ഉണ്ടാക്കും. അവിടെ ഒരു മറ്റൊരു ശക്തി എന്നൊരു ആശയം കടന്നു വന്നു മൈക്കിന്. അപ്പൊ മാത്രമേ എനിക്ക് തിരികെ സുബോധം കിട്ടുമെന്ന് മനസ്സിലാവും. അപ്പോ എന്നെ തന്നെ ഒരു വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ആശയം അദ്ദേഹത്തിന് കടന്നു വരുന്നു. അപ്പൊ അവിടെ എന്താണ്, എന്നെ തിരിച്ചറിയാനാണ് ആ വിട്ടുകൊടുക്കൽ നടക്കുന്നത്, ഒരു മാറ്റം ഉണ്ടാകാൻ. അപ്പൊ അവിടെ എന്റെ വൈകാരിക അവസ്ഥ, എന്റെ വികാരങ്ങളെക്കാൾ പടികൾ പറയുന്ന തത്വങ്ങൾക്ക് വിധേയമായി ഞാൻ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ മനോഹരമായ ജീവിതം നയിക്കാനാകുമെന്നും ഞാൻ കണ്ടെത്തി എന്നാണ് മൈക്ക് പറയുന്നത്. അപ്പൊ മനോഹരമായിട്ട് ഏഴ് തത്വങ്ങള് നമ്മളതിന്റെ ആസ്പെക്റ്റിൽ മനസ്സിലാക്കിയ വളരെ മനോഹരമായിട്ട് നമുക്ക് വീണ്ടും ഒരു കുടി, നമ്മൾ പറയാറുണ്ട് കുടി നിർത്താനുള്ള അവസാന വാക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് ആണെന്ന് എവിടെയും പറയാറില്ല. ഞങ്ങൾ കണ്ടെത്തിയ മാർഗം ഇതാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് വരാന്നാ പറഞ്ഞിട്ടുള്ളത്. താരതമ്യേന എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം. എന്നും ആ ബോധ്യം ഉണ്ടാവും. നമ്മുടെ ആ ഒരു സോഷ്യൽ ഗെറ്റ് ടുഗദറിംഗ് ആണ് മീറ്റിങ്ങുകൾ നടക്കുന്ന, പരസ്പരമുള്ള ആശയം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ മൈക്കും ആ രീതിയിൽ കണ്ടെത്തി പടികളിലൂടെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോ
മദ്യാസക്തി എന്നിൽ നിന്ന് മാറി എന്ന് പറയും. എന്റെ ബുദ്ധി ആ സമയത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ പഴയ ബുദ്ധി മാറ്റിവെച്ചു എന്നാ. പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് പടികളിലൂടെ. ആ വിട്ടുകൊടുക്കുന്ന ആശയമൊക്കെ എന്തിനാന്ന് വെച്ചാൽ പഴയ തലച്ചോറില് നമ്മുടെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാന്ന് നമ്മുടെ തലച്ചോറിൽ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ചുട്ടുപഴുത്ത സ്റ്റൗവിൽ തൊടുമ്പോൾ നമ്മൾ കൈ വലിക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാ? അല്ലെങ്കിൽ കുട്ടി ഇങ്ങനെ പണ്ട് കാലത്ത് വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ വിളക്ക് പോയിട്ട് പിടിക്കാതിരിക്കാൻ മുതിർന്ന ആളുകൾ ഒന്ന് കൈയൊന്ന് മുട്ടിക്കാൻ പറയും. ആ പൊള്ളും എന്ന് മനസ്സിലായാൽ പിന്നീട് ആ കുട്ടി അത് ചെയ്യത്തില്ല. ആണ് തലച്ചോറ് അതിൽ ഫീഡ് ചെയ്യപ്പെടും, ഇത് പൊള്ളുന്ന സംഭവമാണ്, ഈ സാധനമാണ്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ വിട്ടുകൊടുക്കലൊക്കെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം പഴയ രീതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അഹങ്കാരം നമുക്ക് കടന്നു വരും. ഈ അഹങ്കാരം മദ്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് വിനയാണ്. കാരണം നമുക്കൊരു അലർജി ഉണ്ട് ശരീരത്തിന്. അത് മൈക്ക് മനസ്സിലാക്കി. അപ്പൊ ജീവിതത്തെ മാറ്റത്തിന് വിധേയമാക്കല പടികൾ. അതല്ലാതെ എന്റെ ഹിതം എന്ന് പറയുന്നതൊക്കെ മാറ്റുന്നതിന്റെ കാരണം അതാണ്. യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഈ മദ്യാസക്തി തന്നെയാണ്. അപ്പൊ ആ അദ്ദേഹത്തിന് മദ്യാസക്തി വിട്ടുമാറുന്ന അദ്ദേഹം മനസ്സിലാക്കി. പലപ്പോഴും പലരും ഇങ്ങനെ പേടിച്ചുകൊണ്ടൊക്കെ പറയാറുണ്ട് മദ്യാസക്തി വിട്ടുമാറില്ല. മദ്യാസക്തിയൊക്കെ ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞ് കുടിക്കാതിരിക്കാൻ പറ്റുന്ന അർത്ഥം വിട്ടുപോകും തന്നെയാണ്. റിക്കവേർഡ് ആൽക്കഹോളിക് ആയിട്ടുള്ള സംജ്ഞയെ കുറിച്ചൊക്കെ ബോബ് തന്നെ എഴുതിയിട്ടുണ്ട്. ബില്ല് റിക്കവേർഡ് ആയിരുന്നു. റിക്കവേർഡ് ഇൻ ദ സെൻസ് കുടിച്ചാ പ്രശ്നമാണ്, കുടിക്കുന്നില്ല. അല്ലാതെ കുടിക്കാനുള്ള തോന്നലുകൾ എന്നൊക്കെ ഒരു 3 തവണയാണ് ബില്ലിന് പിന്നീട് കുടി ഉണ്ടായിട്ട് കുടിക്കാനുള്ള തോന്നലുകൾ വന്ന്. ഒരു തവണ വേറെ പല വ്യക്തിപരമായ കാരണം, ഒരു തവണ നമുക്കെല്ലാം അറിയാം ഹെൻറിറ്റ സെവർലിങ്ങിന്റെ ആ നമ്പറിലേക്ക് വിളിക്കുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ബോബുമായിട്ടുള്ള കൂടിച്ചേരല്. പിന്നീട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ കപ്പ് സിറപ്പ്, അദ്ദേഹം ലൂയിസും യാത്രയുടെ ഇടയിൽ കുടിച്ച കപ്പ് സിറപ്പ് എന്നാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ അവിടെയാണ് 3 തവണ അദ്ദേഹത്തിന് മദ്യം വീണ്ടും വേണ്ടി വന്നത്. അദ്ദേഹം കുടിക്കാറില്ല. അപ്പൊ മദ്യാസക്തി എടുത്തു മാറ്റപ്പെട്ട പോലെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം കുടിച്ചാ പ്രശ്നമാണ്, അവർക്ക് കുടിക്കുന്നില്ല, കുടിക്കാൻ തോന്നാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് എന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ കുടിക്കേണ്ടി വരുന്ന അവസ്ഥ? 5ാമത്തെ പടിയൊക്കെ അതുകൊണ്ടാ പറഞ്ഞിട്ടുള്ളത് നമുക്ക്. എന്റെ തൃഷ്ണകളെയും വികാരങ്ങളെയും അതിനേക്കാളൊക്കെ പടികളുടെ തത്വങ്ങൾ എന്റെ ജീവിതത്തെ നയിക്കുക എന്ന് ഞാൻ കണ്ടെത്തി. പടികളുടെ തത്വങ്ങളിലേക്ക് ജീവിതത്തിൽ ഇരിക്കുമ്പോൾ എന്റെ മദ്യാസക്ത സ്വഭാവം മാറാൻ തുടങ്ങി. വളരെ പ്രധാനപ്പെട്ട മൈക്കിന്റെ ഒരു കണ്ടെത്തൽ കണ്ടില്ല. അപ്പൊ ഓരോ വ്യക്തിയും അവന്റെ രീതിയിൽ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തിന് എനിക്ക് പല ആഗ്രഹങ്ങളും ഉണ്ട്, എനിക്ക് പല വികാരങ്ങളും ഉണ്ട്. ഞാൻ എന്റെ തന്നെ ബുദ്ധിക്ക് വേണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജന്മവാസനകൾ, നമ്മുടെ ബേസിക് ഇൻസിക്റ്റുകൾ, ഈ ഇൻസിക്റ്റുകൾക്ക് എതിരെ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിവിടെ യോഗിയാവാനോ പുണ്യാളന്മാരാകുന്ന പ്രവർത്തനമല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത്. മദ്യാസക്തരാണ്, കള്ളുകൂടിയന്മാരാണ് നമ്മൾ. ആ പഴയ ചിന്താഗതിയിൽ നിന്നൊരു മാറ്റമാണ്. നമ്മൾ ആത്മീയത എന്നൊക്കെ പറയുന്നത് ഏഴിലും മദ്യപാനികൾക്കുള്ള ആത്മീയതയെ പറയാം. വിശ്വാസികളുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലാണ്ട് പൂർണ്ണമായിട്ട് ദൈവം നമ്മളിങ്ങനെ ഭജനയൊക്കെ ചെയ്ത് സന്യാസിമാരായി മാറുന്ന പരിപാടിയല്ല. ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കാൻ എങ്ങനെ നമ്മൾ മാറ്റുന്നുള്ളതാണ്. അപ്പൊ ഈ പടികളിലൂടെ പോകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ ആ ബുദ്ധിയിൽ ഉണ്ടാവുന്ന പല ആഗ്രഹമുണ്ട്. എന്റെ വികാരങ്ങൾ, അത് വിശ്വാസിയാണെങ്കിൽ അവിശ്വാസിയാണെങ്കിലും ഒക്കെ സ്വന്തം ബുദ്ധിക്ക് കളിക്കുക. നല്ല ബുദ്ധിക്ക് കളിക്കുന്ന ആൾക്കാരാണ് മദ്യാസക്തര്. ആ വികാരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ ഈ ജന്മവാസനകൾ, ഇൻസിക്റ്റുകൾ അധികരിച്ചിട്ടുണ്ട്. ഇൻസിക്റ്റുകൾ ഇല്ലാതെയാക്കാനൊന്നും പറ്റില്ല, മനുഷ്യൻ തന്നെ ഇല്ലാണ്ടാവുന്ന പറഞ്ഞിട്ട്. ഇൻസിക്റ്റുകളാണ് നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എവിടെ നമുക്കൊരു കുഴപ്പമുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളിൽ പറയുന്ന തത്വങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഒരു മാറ്റം വരുത്തും. അവിടെയാണ് നമ്മൾ കീഴ്പ്പെടുക, മാറ്റത്തിന് വിധേയമാവുക, ചില കാര്യങ്ങൾ വിട്ടു നിൽക്കുക, ചില കാര്യങ്ങളിൽ മാറ്റത്തിന് വിധേയമാവുക തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് മാറി. അദ്ദേഹത്തിന്റെ മദ്യാസക്തി എടുത്തു മാറ്റി. കുടിക്കാനുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുന്നില്ല. എന്റെ വ്യക്തിത്വ വൈകല്യങ്ങളുടെ കാരണമായിരുന്നു യഥാർത്ഥത്തിൽ എന്റെ കുടി എന്ന് പറയുന്നത് മൈക്ക്. എത്രത്തോളം ഞാൻ പടികളിലുള്ള തത്വങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചുവോ അത്രത്തോളം എന്നിലുണ്ടായിരുന്ന വിദ്വേഷം, വിരോധം, അവയിൽ നിന്ന് രക്ഷ നേടുവാനും ലോകത്തെ വ്യക്തമായി കാണാനും എന്റെ ഇച്ഛകളിൽ നിന്നും അമിത വികാരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ എന്നെ പടികൾ സഹായിച്ചു. കുറ്റബോധത്തിൽ നിന്നും, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ നിന്നും, ഭയത്തിൽ നിന്നും മോചനമായി. ഇത്ര മനോഹരമാണ് മൈക്കിന്റെ ജീവിതത്തിലെ മാറ്റം എന്ന് കണ്ടില്ലേ?
എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. മൈക്കും ഞാനും വ്യത്യസ്തരല്ല എന്നുള്ളതാണ് എന്റെ മനസ്സിലാക്കൽ. ഈ കാര്യങ്ങൾ കുറെ ആളുകളുണ്ട് അങ്ങനെ മൈക്കിനെ പോലെ. എന്റെ വ്യക്തിത്വ വൈകല്യങ്ങൾ, അടുത്ത വ്യക്തിത്വ വൈകല്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു. ആ സത്യസന്ധത എനിക്ക് എന്നെ കണ്ടെത്താൻ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എന്തൊക്കെയോ ചെയ്ത് റീപ്ലേസ് ചെയ്യായിരുന്നു. കുറെ വ്യക്തിത്വ വൈകല്യം എനിക്കുണ്ട്. പക്ഷെ ആൾക്കാരുടെ മുന്നിൽ വൻ തോക്കാവാനുള്ള ശ്രമ. ഞാനിപ്പോ ഈ കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ പറയാറുണ്ട്, റീഹാബിൽ കിടക്കുന്ന സമയത്ത് അവിടെയുള്ള ആളെക്കാട്ടിലും ഗംഭീരനാണെന്ന് കാണിക്കാൻ ഞാൻ ശ്രമിച്ച ആൾ. ഞാൻ നിങ്ങളെപ്പോലെയല്ല, വ്യത്യസ്തനായ കുടിയനാണെന്ന് പറയുക. പിന്നെ അവിടുത്തെ ഒരു സ്ത്രീ, കന്യാസ്ത്രീ ആയിട്ടുള്ള അവരാണ് ഡോക്ടർ ഉണ്ടായിരുന്നത്. അപ്പൊ അവര് ക്ലാസ് എടുക്കാൻ വരുമ്പോ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അതിനെക്കുറിച്ച് ഇടയിൽ കയറി സംസാരിക്കുക. നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയാം. നമുക്ക് കൂട്ടത്തിൽ എന്നെ മറ്റുള്ളവർ തിരിച്ചറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ആദ്യകാലത്ത് ഈ ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഉദാഹരണം ഞാൻ പറയും, ഞാൻ ആരും കളിയൊക്കെ അല്ല കേട്ടോ, നമ്മുടെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്ന കാര്യമാണ്. ഇപ്പൊ എനിക്ക് മാറ്റം ഉണ്ടാകുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. ഒരു കൂട്ടത്തിൽ ഒരു ഹായ് പറയുമ്പോ നമ്മൾ ഈ ഇടയിൽ കയറി ഹായ് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞതിന് ശേഷം ചിലപ്പോ അറിയാതെ അൺമ്യൂട്ടൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ ചെയ്തിരുന്നു. കാരണം ഞാൻ ഹായ് പറയണത് ഈ സംസാരിക്കണ ആൾ തിരിച്ചറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ. തെറ്റല്ല, സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ പടികളിലൂടെ കടന്നു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇത്തരം ആളുകളുണ്ട്. ഞാൻ നിങ്ങളെ പോലെ നല്ല കുട്ടിയനൊക്കെയാണ്, പക്ഷെ ഞാൻ നിങ്ങളെക്കാൾ ഒരു 916 കുട്ടിയനാ. അതിനാളുടെ കുറ്റം പറയുമ്പോഴും നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു മേധാവിത്വ വികാരം. നമ്മുടെ പടികളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മള് മധ്യാസക്തരൊക്കെയാണ്, ഏയിലാണ്. പക്ഷെ ഞാൻ നിങ്ങളെ പോലെ നല്ല, ഞാൻ കുറച്ച് മികച്ചു നിൽക്കും. എനിക്ക് പടികളൊക്കെ അറിയാം. ആദ്യകാലത്ത് ഈ പടി എന്താന്ന് മനസ്സിലാവുന്നതിന് മുന്നേ പടി പരിശീലനം തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പടികൾ ചെയ്യാത്ത ആൾക്കാരെ പുച്ഛം, മറ്റുള്ളവരെ കളിയാക്കുക, എനിക്ക് സന്ദേശം തന്ന ആളുമായിട്ട് തർക്കത്തിൽ നിൽക്കുക. കാരണം നമ്മൾ ശരിയാണ് എന്നതിൽ നിന്ന് ഉടലെടുക്കുന്ന ദേഷ്യത്തെക്കുറിച്ചൊക്കെ പടിയിൽ പറയാറുണ്ട്. ആരുടെയും തെറ്റല്ല. അവിടെയാണ് ഈ സത്യസന്ധതയുടെ പ്രസക്തി കിടക്കുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ വ്യക്തിത്വ വൈകല്യങ്ങൾ മുഴുവൻ കാണാൻ പറ്റാറുണ്ട്. എന്റെ ഭാര്യയുടെ, എന്റെ മകന്റെ, എന്റെ കുഞ്ഞിന്റെ, അല്ലെങ്കിൽ എന്റെ മകളുടെ, എന്റെ എക്സ് വൈഫിന്റെ എല്ലാം കാണാം. എന്റെ വ്യക്തിത്വ വൈകല്യം കാണാൻ പറ്റില്ല. ഏകദേശ മുഴുവൻ പേരുടെയും ഷെയറിങ്ങിന്റെ കുറ്റം ഞാൻ പറഞ്ഞത്. ആൾക്കാർ എങ്ങനെയാ ഷെയർ ചെയ്യുന്നത് ശരിയല്ല, അവരുടെ രീതികൾ ശരിയല്ല, അവൻ സംസാരിക്കുന്നത് ശരിയല്ല, അവൻ തത്വങ്ങൾ ശരിയല്ല, ഇതെല്ലാം പറയാൻ പറ്റും. പക്ഷെ എന്റെ വ്യക്തിത്വ വൈകല്യങ്ങൾ എനിക്കറിയില്ല. അതാണ് എയുടെ പടികളുടെ പ്രത്യേകത. അപ്പൊ മൈക്കിനും അതാണ്, വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടെത്തി. ആ വ്യക്തിത്വ വൈകല്യങ്ങൾ കാരണം എന്താ ഉണ്ടാവുക, മറ്റുള്ളവരുമായിട്ട് ഒരു കാര്യമില്ലാതെ തല്ലുണ്ടാക്കും. അപ്പൊ വൈകാരികമായിട്ട് നമ്മുടെ രോഗത്തിന്റെ പരിഹാരം ഒന്നാമത്തെ പടിയിൽ പറയുന്നുണ്ട്, അഭിമാനബോധമാണ്. ഈഗോ ഈഗോ മാറ്റാൻ പറ്റില്ല. എവിടെ വിട്ടുകൊടുക്കും, ഞാൻ തകർന്നു പോയി, തോറ്റു എന്നുള്ള തോന്നലാ. ഒരാള് നമ്മളെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ അവരവർക്ക് അനുഭവം ഇല്ലാണ്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വേറുള്ളവർക്ക് ഉപദേശം കൊടുക്കാം. ഇത് സ്വന്തം കാര്യം വരുമ്പോ ഇത് നടക്കില്ല എന്ന് വേറുള്ളവനെ ഇപ്പൊ ഒരാൾ തെറി പറഞ്ഞു എന്ന് കരുതാം. എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട് കേട്ടത്. എടാ അതൊക്കെ വിട്ടുകള, അതൊക്കെ പോട്ടെ എന്ന് പറയും. എവിടെയോ എപ്പോഴോ ആരോ പറഞ്ഞു എന്ന് എന്നെ കുറിച്ച് കേൾക്കുന്ന ആ നിമിഷം ന്യായീകരണവും വിമർശനവും പറച്ചിലൊക്കെ, ഞാൻ ഭയങ്കര എന്നെ വിമർശിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ വെറുതെ പറയും മീറ്റിങ്ങിൽ. ഒരു തരത്തിലും എനിക്ക് ഇഷ്ടമല്ല. ചെറിയ വിമർശനം പോലും ഞാൻ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടെന്നാണ്. എന്റെ തെറ്റുകൾക്ക് ന്യായീകരണം എളിമയോടുകൂടി സമ്മതിക്കാൻ ആര് പറഞ്ഞാലും പറ്റുന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ട്. ഒരാൾ എന്നോട് പറയുന്ന രഹസ്യം ഞാൻ വേറെ ആളോട് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ വ്യക്തിത്വ വൈകല്യമാണ്. ബസ്സിൽ അടുത്തിരിക്കുന്ന പെൺകുട്ടിയോട്, വികാരങ്ങൾ തെറ്റല്ല, സെക്സ് തെറ്റല്ല, പക്ഷെ അടുത്തിരിക്കുന്ന പെൺകുട്ടിയോട് എനിക്ക് കാമം തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ വ്യക്തിത്വ വൈകല്യമാണ്. ഞാൻ അത്തരം കാര്യങ്ങൾക്ക് മാറി നിൽക്കാൻ ഇതേലും വരും. കാരണം ഇതൊക്കെ ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കേണ്ട മധ്യാസക്തൻ. അത് മനസ്സിലാവും പടികളിലൂടെ പോകുമ്പോൾ. പലർക്കും പല രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല പ്രശ്നങ്ങളായിരിക്കും വ്യക്തിത്വ വൈകല്യങ്ങൾ, പല രീതികളിലായിരിക്കും. നമുക്ക് പലപ്പോഴും നമ്മളിലേക്ക് നോക്കാനോ, അവിടെയാണ് ഈ സത്യസന്ധതയുടെ കാര്യം പറയുന്നത്. അപ്പൊ എത്രത്തോളം പടികളിലൂടെ സഞ്ചരിക്കുക. നമ്മൾ പറയില്ലേ, പലപ്പോഴും പടികളിലൂടെ അല്ല അയാൾ പോകുന്നത്. നമ്മൾ എങ്ങനെയാ പടികളുടെ ആളളക്കുക? ഒരിക്കലും പറ്റില്ല.
എനിക്ക് എന്റെ പടികളുടെ ആളെ അളക്കാൻ പറ്റും. വേറെ ആൾക്കാർ പ്രോഗ്രാമിലാണോ, ആ പ്രോഗ്രാമിലായ ആള് പ്രോഗ്രാമിലല്ലാത്ത ആള് ഒരിക്കലും പറ്റില്ല. എപ്പോഴും ഉള്ള കാര്യമാണ്. എനിക്ക് ഞാൻ പ്രോഗ്രാമിലാണ്, ഞാൻ പരിശോധിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടിയാണ്, ഇത് വിട്ടുപോകാൻ എളുപ്പ. നമ്മുടെ സ്വത്വം പരിപൂർണമായിട്ട് മാറ്റിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ വെള്ളത്തിലൊക്കെ മുക്കിയെടുത്തിട്ട് ആക്കുകയല്ല, ഏതെങ്കിലും മെഷീനിലേക്ക് കയറ്റിയിട്ട് ഇറക്കിമാരെയും നമ്മളെ കൊണ്ട് ഇറക്കിയിടുകയല്ല ഏടെ പടികളിൽ. നമ്മൾ ഇത്രയും വർഷങ്ങൾ ജീവിച്ച നമ്മുടെ തലച്ചോറിൽ ഉണ്ടായിരുന്ന ബുദ്ധിയും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ കിടക്കേണ്ട, സ്വഭാവദൂഷ്യവും അവിടെ നിന്ന് നമ്മൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചിലതിനെ മാറ്റുകയാണ്. അത് വേറെ ആള് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നണം എനിക്ക് മാറണം, വ്യക്തിത്വ വൈകല്യം ഉണ്ട് എന്നുള്ളത്. വേറെ ആളുടെ വ്യക്തിത്വ വൈകല്യം ഞാൻ മീറ്റിംഗിൽ പറഞ്ഞാൽ പലപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടേ ഉള്ളത്, ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ പടികളിലൂടെ മൈക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചപ്പോ ആ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന വിദ്വേഷം, മറ്റുള്ള ആളുകളോടുള്ള വിദ്വേഷം, അവരോടുള്ള വിരോധം, ഇതെല്ലാം അദ്ദേഹത്തിന് പോകാൻ തുടങ്ങി. അപ്പൊ ലോകത്തെ വ്യക്തമായി കാണാൻ പറ്റി. ആളുകളുമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ക്ഷമിക്കാൻ പറ്റും, രസകരമായിരിക്കും ജീവിതം, നമ്മൾ കുറ്റം പറയില്ല. അല്ലെങ്കിൽ എല്ലാത്തിനും പരാതിയായിരിക്കും. രാവിലെ എഴുന്നേറ്റപ്പോ ഇന്ന ആളെ കണി കണ്ടു എന്ന് പറയുക, അവന്റെ കോള ആദ്യം വന്ന, ഇതൊക്കെ വെറുതെ പറയാ. സംഗതി ഏറ്റെടുക്കാൻ വയ്യ ഉത്തരവാദിത്തങ്ങളെ. ജീവിതത്തിൽ ഉണ്ടായ സകലമാന കുഴപ്പങ്ങളുടെയും കാരണം മറ്റുള്ളവരല്ല. നമ്മൾ പറയില്ലേ, ഏതാണ്ടൊക്കെ തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ കുറ്റപ്പെടുത്തേണ്ടത് മറ്റുള്ളവരെയാണെന്ന് പറയുന്ന സ്വഭാവം അധ്യാസക്തനുണ്ടാവും. പക്ഷെ പ്രോഗ്രാം 12 പടികളിലൂടെ പോകുമ്പോ നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങും. എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാനാണ്, വേറെ ആരുമല്ല. എന്നെ ഒരാൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ്, എന്റെ മിസ്റ്റേക്കാ എല്ലാ കാര്യങ്ങളും. എനിക്ക് ജോലി അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആ മത്സരത്തിന് പ്രാപ്തമായിരുന്നില്ല, കുറെ കൂടി പ്രാപ്തമാകണം. ഒരാൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിലും എന്റെ ഭാഗത്തൊരു കാരണം ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം കണ്ടെത്താൻ പറ്റും നമുക്ക്. ഈ ലോകത്തെ വ്യക്തമായി കാഴ്ച കാണുക, അവിടെ എന്റെ ഇച്ഛ നടക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോ എന്താ, ഇത് ഇല്ലാണ്ടാകുമ്പോ ഞാൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. ഭയങ്കര വിഷയം, ഭയങ്കരമായിട്ട് ഡ്രീം കാണും, സ്വപ്നം കാണും. ഒരു പുതിയ ജോലിയൊക്കെ കിട്ടുമ്പോ ആ ജോലിയിലൂടെ പലപ്പോഴും ഇങ്ങനെ പറയും, ആ ഞാനിപ്പോ മസ്കറ്റ് വന്ന് അങ്ങനെ ചെയ്യാം, ഇവിടത്തെ റിക്രൂട്ട്മെന്റ് ചെയ്യാം, അത് ചെയ്യാം. ഇതൊന്നും നടക്കില്ല. അടുത്ത നിരാശ ഉണ്ടാവുക, താങ്ങാൻ പറ്റില്ല. വിചാരിക്കാത്ത രീതിയിൽ ഇരട്ടി അടിയും കൂടി കിട്ടപ്പോൾ അവസ്ഥ ആലോചിച്ചു. 4 പുറത്തുനിന്ന് അടി. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും. എല്ലാവരുടെ ആഗ്രഹം എന്താണ്? പ്രശ്നങ്ങളൊക്കെ തീർക്കുക, നല്ലൊരു വീടുണ്ടാവുക. അൾട്ടിമേറ്റ്ലി പലരും പറയും മക്കളെ ഞാൻ പഠിപ്പിച്ചു. യഥാർത്ഥത്തില് ഞാൻ ജീവിക്കാതെ ഞാൻ വേറെ അഭിമാനബോധം, വേറെ ആൾക്കാർ എന്നെ പ്രശംസിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അംഗങ്ങൾ പറയാണ്, ആ ഇയാള് മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കണ്ട കേട്ടോ, അയാളുടെ ജീവിതം. അതൊന്നും ഒരു കാര്യമില്ല. എനിക്ക് സന്തോഷം പറ്റിയോ എന്നുള്ളതാണ്. അവരെല്ലാം അവരുടെ പാട്ടിനാവും. ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാഥമികമായി ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക, ഇതാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓരോ വ്യക്തിയും അവനവന്റെ രീതിയിൽ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പൊ ദുഃഖം ഉണ്ടാവില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നതിന് നിരർത്ഥകത ഉണ്ടാവില്ല. വെറുതെ പോകുന്ന ജീവിതമല്ല. എനിക്ക് ഉള്ളത് കൊണ്ട് സമ്മതിക്കാൻ പറ്റും. ഇന്ന് 10 രൂപയുള്ളെങ്കിൽ ആ 10 രൂപയ്ക്ക് ജീവിക്കാൻ പഠിക്കും ഞാന്. എനിക്ക് കിട്ടാൻ പോകുന്ന ബിരിയാണി, നഷ്ടപ്പെട്ട ഉച്ചക്കത്തെ ബിരിയാണിയെ ആലോചിച്ചിട്ട് കണ്ണീര് വാർക്കില്ല. ഞാൻ ആ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി എടുത്തിട്ട് ചെറിയുള്ളിയും മുളക് ചുടും. മുളക് ചുട്ടിട്ട് ഇഞ്ചിയും മറ്റേ ഉപ്പും കൂട്ടിയിട്ട് ചെറിയുള്ളി ഇട്ടിട്ട് ഇട്ടിച്ചിട്ട് നല്ല വിശപ്പുണ്ടെങ്കിണ്ടല്ലോ 2 റൗണ്ട് ഓടി വന്ന് ഭാര്യയുടെയും മക്കളുടെ ഒപ്പം ഇരുന്ന് സമാധാനം ചിരിച്ചുകൊണ്ട് കഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇത് മതി. അതിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം നമ്മൾ എത്തിക്കുന്നുള്ളതാണ്. അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മളോടുള്ള ചോദ്യം. ഈ ലോകത്തെ വ്യക്തമായി കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതിൽ നിന്നുള്ള മാറ്റം എനിക്കുണ്ടായി. അമിത വികാരങ്ങള്, ദേഷ്യം, സങ്കടം, ഇതൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. വിമർശനം അടുത്തുകൂടെ പോകാൻ പറ്റില്ല എനിക്ക്. മറ്റുള്ളവരെ ഒക്കെ വിമർശിക്കാം, മറ്റുള്ളവരെയൊക്കെ പറയാം, എന്നെ വിമർശിക്കാൻ പറ്റില്ല. ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാ എന്റെ ഉറക്കം പോയിട്ടുണ്ട് അറിയോ?
അയാൾ നിന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, നിന്റെ സംസാരം, ഇന്നത്തെ മീറ്റിംഗ് നിന്റെ ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ദിവസം എന്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത്ര ബലഹീന നീ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കൈകാര്യം ചെയ്യും, വേറെ ആളുകളെ പ്രശ്നങ്ങളൊന്നും സഹായിക്കാം. എന്റെ കാര്യം വന്നാൽ കഴിഞ്ഞു വികാര ലോലനായിട്ട് മൂഹൃതയുടെ റൂമിൽ ചെറിയ, നമ്മൾ പറയും വലിയ വലിയ കാര്യങ്ങളെ എല്ലാം കൈകാര്യം ചെയ്താൽ തൊട്ടാവാടി മുള്ളുകളായി മുറിവേൽക്കുന്നവനാണ് വിദ്യാസക്തൻ. അവിടെ എന്റെ ഇച്ഛ, എന്റെ അമിത വികാരം, അഭിമാനബോധം, ഞാൻ എന്തൊക്കെയാണ് എന്നുള്ള തോന്നലുകൾ, അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന് പറയുന്ന സ്വയം സഹതാപം, അതൊന്നെല്ലാം ഉള്ള മാറ്റം ഉണ്ടായി. മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണ് സ്വാർത്ഥത അടിസ്ഥാനമാക്കിയിട്ട്. ഒരു കാര്യമില്ല എന്ന് പറയുമ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യം നടക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കും. അത് നമ്മുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും. ഇത് നമ്മൾ ചെയ്യുന്നത് തെറ്റ്. നമ്മൾ പറയില്ല, ആരെയാണെങ്കിലും നമ്മുടെ മനസാക്ഷിനെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ചെയ്യുന്നത് തെണ്ടിത്തരാണ്, മറ്റൊരാൾക്ക് ആരും കാണുന്നില്ല എന്ന് കരുതുക. നമ്മൾ അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി തീരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ ചെയ്തത് തെറ്റാണ്. കാരണം നമ്മളിത് പഠിച്ചു വന്ന ആളുകളാ. ചെറുപ്പത്തിലെ തെറ്റുകളും ശരികളും സമൂഹത്തിലെ മറ്റുള്ളവരുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം ആപേക്ഷികാണെന്ന് പറഞ്ഞാലും ഒരു സമൂഹത്തിൻ്റെതായ ശരിയുണ്ട്. ഞാൻ സ്വതന്ത്ര വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രി 12 മണിക്ക് ഇവിടെ പാട്ടും കൂത്തൊക്കെ വെച്ചിരുന്ന അങ്ങനെ ഉണ്ടാവും. പന്നിന്റെ മൂക്കിന്റെ തുമ്പിലിന്റെ വരെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയാൻ. ധാർമ്മികത, എന്നോട് മറ്റുള്ളവർ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ഒരിക്കലും വളരെ ധാർമ്മികപരമായിട്ടുള്ള പെരുമാറ്റം, ഇതെല്ലാവർക്കും ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ ആവശ്യമൊന്നുമില്ല ധാർമ്മികതമായി പ്രവർത്തിക്കാൻ. അല്ലാണ്ട് കാരണം സ്വർഗവും നരകമൊന്നും വേണ്ട ധാർമ്മികത പ്രവർത്തിക്കാനായിട്ട്. ഇത് പണ്ടുണ്ടായിരുന്നു സമൂഹത്തില്. മനുഷ്യൻ ഗോത്രങ്ങളിൽ നിന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ അവൻ ധാർമ്മികമായ മൂല്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മറ്റുള്ളവര് ദ്രോഹിക്കാതിരിക്കുക, നമ്മൾ അവരെ ഉൾക്കൊള്ളുക. അവർ എന്ത് ചെയ്യും, ശത്രുവായി വരുമ്പോൾ, പൊതുനന്മയ്ക്ക് വിഘാതമാവുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കും കേട്ടോ. അത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്നല്ല, പുറത്ത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ സമൂഹത്തിൽ ദ്രോഹിക്കുന്ന ആളുകളെയൊക്കെ. ആ രീതിയിൽ തന്നെ നമ്മൾ നേരിടും. ആ ഐക്യനെ സംബന്ധിച്ചിടത്തോളം ഭയത്തിൽ നിന്ന് മാറ്റം ഉണ്ടായി. ആദ്യത്തിന് പലപ്പോഴും ഉണ്ടായിരുന്നത് ഭയമായിരുന്നു, ആ ഭയത്തിൽ നിന്ന് മാറ്റം ഉണ്ടായി. അപ്പൊ ആ പ്രോഗ്രാമിന്റെ യഥാർത്ഥ ലക്ഷ്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചപ്പോഴാണ് മദ്യാസക്തി എടുത്തു മാറ്റിയത്. അപ്പൊ കണ്ടില്ലേ, അനിയന്ത്രിതമായിരുന്നു ജീവിതമെന്ന് മൈക്ക് തിരിച്ചറിയുന്നു. മദ്യാസക്തിയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല എന്ന് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. നമ്മൾ പറയില്ലേ, ഒരു മദ്യാസക്തൻ ഒന്നാമത്തെ പടിയിൽ പറയുന്ന ഒരു ആശയമുണ്ട്, കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടിയന് സ്വപ്നം കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പറ്റുക? ആർക്കാ ചിന്തിക്കാൻ പറ്റുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? ഞാൻ മറ്റുള്ളവരെ ദ്രോഹിച്ചിരുന്നു, എന്റെ സ്വഭാവ മേഖലയുടെ പോടാ എന്ന് പറയില്ല. നമ്മൾ കുടിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ കേൾക്കും, ഈ എന്റെ കാര്യം നോക്കി എന്നെ പഠിപ്പിക്കേണ്ടെന്നാ പറയാ. ഇവിടെ കൂട്ടി നിർത്തിയിട്ട് തന്നെ എത്ര ടൈം എടുത്തു പറയും ഇതൊക്കെ മനസ്സിലാക്കാൻ. അത് മറ്റുള്ളവർ പറയുമ്പോഴൊന്നും മനസ്സിലായിരുന്നില്ല. സ്വയം അനുഭവവേദ്യമായി ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിന്റെ സുഖം തിരിച്ചറിഞ്ഞു. വൈക്കിനും അത് തന്നെ ആയിരുന്നു. അദ്ദേഹം അതായിരുന്നു ഊന്നൽ കൊടുത്തത്. അദ്ദേഹത്തിന് അവിടെ ദൈവം എന്ന് പറയുന്ന ആശയമേ അദ്ദേഹത്തിനെ ബാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആശയം അദ്ദേഹം മാറ്റിയില്ല. മദ്യാസക്തി ഇല്ലാത്തത് കൊണ്ടാണ് മാറിയത്. അദ്ദേഹം സ്വയം കണ്ടെത്തൽ പറയുകയാണ്, ഈ പടികളില്ലായിരുന്നെങ്കിൽ എനിക്കത് ഉണ്ടായിരുന്നില്ല എന്ന് പറയണ പോലെ. തീർച്ചയായിട്ടും ഞാൻ ഈ പ്രോഗ്രാമില് ആളുകളും ഇതുമായിട്ട് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാനൊക്കെ മനസ്സിലാക്കുന്നു, ചിലപ്പോൾ ഞാനൊന്നും ജീവനോടെ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ആ ഒരു തിരിച്ചറിവുണ്ടാവും നമുക്ക്. പടികളിലുള്ള തത്വങ്ങളെ പ്രാവർത്തികമാക്കിയതിനാലാണ് വലിയ ശക്തിക്ക് എന്റെ മനസ്സിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, സ്വതന്ത്രമാക്കാനും സാധിച്ചത്. ഈ അനുഗ്രഹത്തിന് ഞാനൊന്നും കൃതജ്ഞതയുള്ളവനായിരിക്കുന്നു. അദ്ദേഹം കണ്ടില്ല, അദ്ദേഹത്തിന്റെ ആശയം പറഞ്ഞിട്ടില്ല വലിയ ശക്തി എന്താന്ന് പറഞ്ഞിട്ടില്ല. പടികളിലൂടെയുള്ള തത്വങ്ങൾ പ്രാവർത്തികമാക്കി അവിടെ വലിയ ശക്തി എന്ന ആശയം എന്റെ മനസ്സിനെ വെളിച്ചത്തിലേക്ക് നയിച്ചു എന്നാണ്. എത്ര കൃത്യം നോക്കുക. ആ തത്വങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് വിശ്വാസിക്കാണെങ്കിലും അവിശ്വാസിക്കാണെങ്കിലും വെളിച്ചത്തിലേക്ക് നയിക്കുക, സ്വതന്ത്രമാക്കാനായി സാധിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് ഞാനൊന്നും കൃതജ്ഞതയുള്ളവനാണെന്ന് പറയും. അടുത്തത് ഷൈല എന്ന് പറഞ്ഞ ആളുടെ ഒരു കഥയാണ്. 7 വർഷങ്ങൾക്ക് മുന്നേ ഒരു നിരീശ്വരവാദിയാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കടന്നത്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ സ്കൂളിലെ വർഷങ്ങളായിട്ടുള്ള ജോലി, ദൈവം എന്ന വാക്കിനെ വകവെക്കാതിരിക്കാൻ എനിക്ക് കിട്ടിയ പരിശീലനമായിരുന്നു. ഞാൻ സ്കൂളിലെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിരുന്നില്ല. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഏടെ സഹായം കൂടിയേ തീരുമെന്ന് എനിക്കറിയാമായിരുന്നു.
എങ്കിലും ദൈവം എന്ന നാമം ഉരുവിടാതെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ പോലും എയിൽ സഞ്ചരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ഒരു അംഗം, അദ്ദേഹം ആ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ സ്കൂളിൽ പഠിച്ചിരുന്ന ആള്, എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണം, പക്ഷെ മധ്യത്തിൽ മാറി നിൽക്കണം, എയിലൂടെ പോവുക എന്ന് മനസ്സിലായില്ല. മറ്റാൾക്കാരുടെ പോലെ തന്നെ അദ്ദേഹത്തിന് ദൈവം എന്ന് പറയാതെ എയിൽ സഞ്ചരിക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ക്രമേണ എയിൽ കൂടിയുള്ള യാത്രയിലും എന്റെ സുബോധാവസ്ഥയിലും ഈശ്വരനാമത്തെ പുറന്തള്ളിക്കൊണ്ടുള്ള എന്റെ പ്രയാണത്തെ അനിശ്ചിതമായിട്ട് നീട്ടുവാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. ബിഗ് ബുക്കിലുള്ള ചാപ്റ്റർ 4 ഡയഗ്നോസ്റ്റിക്കിലും 12 പടികൾക്കൊന്നും എന്നെ സഹായിക്കാൻ പറ്റിയില്ല. അതിന് കാരണം ഞാൻ ഏതെങ്കിലും പ്രത്യേക ഈശ്വരനെയോ മതത്തെയോ അല്ല എതിർത്തിരുന്നത്. എല്ലാത്തിനും അതീതനായ ഒരു ശക്തി ഉണ്ടെന്നും എന്നെ നോക്കി നടത്തുന്ന ഒരു ശക്തി ഉണ്ടെന്നോ ആശയത്തെയാണ് ഞാൻ എതിർത്തിരുന്നത്. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പല ആളുകളും ദൈവവിശ്വാസത്തിനൊക്കെ തെന്നി മാറുന്നതിന്റെ പലപ്പോഴും അത്തരം ആളുകളൊക്കെ പരസ്യമായിട്ടൊക്കെ ഇതിനെ തള്ളി പറയുന്നൊക്കെ കാണാറുണ്ട്. ഈ ദൈവത്തിന്റെ ഒക്കെ കാര്യങ്ങൾ മീറ്റിങ്ങിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഹസിക്കുക, ഇതൊക്കെ കടന്നു വരുന്നത് ഏടെ മീറ്റിങ്ങിൽ ഇരിക്കുകയും ചെയ്യില്ല. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇദ്ദേഹം അത് കൃത്യമായിട്ട് പറഞ്ഞു. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഏതെങ്കിലും ഒരു മതവിശ്വാസം തെന്നി മാറിയ ആളുകളെ കുറിച്ചൊക്കെയാണ് ആഗ്നോസ്റ്റിക്കിൽ പറയുന്നത്. ഒരു പ്രത്യേക ഈശ്വരനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രത്യേക മതത്തെയോ അല്ല എതിർത്ത്, എല്ലാത്തിനും ഉപരിയായിട്ടൊരു ശക്തി ഉണ്ട് എന്നുള്ള ആശയത്തെയാണ് എതിർത്ത്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് ഈ ഹെല്ലി വിശ്വസിച്ചിരുന്നത്. ആരോ ഒരാൾ എയെ കൂട്ടായ്മയെ തന്നെ വലിയ ശക്തിയാക്കി കൂടെ എന്ന് എന്നോട് ചോദിക്കുകയാണ്. 2ഉം 3ഉം പടികൾ എന്റെ വിശ്വാസമായി. അങ്ങനെ ഈ കൂട്ടായ്മ എനിക്ക് യോജിക്കുമെന്നും അതിൽ പറഞ്ഞിരിക്കുന്നു. അതിനെ പിന്തുടർന്ന് എനിക്ക് സുബോധവാനാകാമെന്ന് ഞാൻ കണ്ടെത്തി. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലാണ്. അങ്ങനത്തെ ആളുകളെയാണ് നമ്മുടെ അഗ്നോസ്റ്റിക് എന്ന് പറയുന്ന അധ്യായങ്ങളിലൊക്കെ വളരെയധികം സഹായിക്കുന്നത്. ഇപ്പം നിരവധി ആശയമുണ്ട് കേട്ടോ. എല്ലാ മനുഷ്യർക്കും, വിശ്വാസമില്ലാത്തവർക്കും എടുക്കാൻ പറ്റിയ നിരവധി ആശയമുള്ള ചാപ്റ്ററാണ് നമ്മുടെ അഗ്നോസ്റ്റിക്. നമ്മളിവിടെ ചർച്ച ചെയ്ത് പോകുന്നതാണ് ആത്മീയവാദികൾ എന്ന് ഞങ്ങൾ എന്നുള്ളത്. അപ്പൊ അവിടെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഇദ്ദേഹത്തിന്, കാരണം ഇദ്ദേഹം ഏതെങ്കിലും ഒരു മൊത്തത്തിൽ ദൈവം, ഒരു പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കാൻ ഒരു ശക്തിയില്ലെന്നും പ്രപഞ്ചത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു അത്യസ്റ്റായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ശക്തിയുടെ ആവശ്യമൊന്നുമില്ല, ആ രീതിയിൽ തന്നെ പോകുന്നതെന്ന് പറയണം. അവിടെ പറയാണ് അദ്ദേഹത്തിനോട്, നീ നിന്റെ ആശയം പറയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തുമായിട്ട് ഒരാൾ തർക്കിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ശക്തിയിൽ വിശ്വസിക്കണം എന്നൊന്നും ആരും പറഞ്ഞില്ല അദ്ദേഹത്തോട്. പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടായിക്കൂടെ എന്നും ചോദിച്ചില്ല. കൂട്ടായ്മയെ വലിയ ശക്തി നിങ്ങൾ കുടിക്കാതിരിക്കണോ? കൂട്ടായ്മയെ തന്നെ കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം മാറണ്ടാന്നേ. നിങ്ങൾ പ്രപഞ്ചത്തിന് ശക്തി, ഏയിൽ ഇത്തരം തർക്കങ്ങളില്ല എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ പടി നമ്മളെ തർക്കത്തിൽ നിന്ന് മാറ്റി നിർത്തും. നമ്മൾ പലപ്പോഴും അറിയില്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആശയം പറഞ്ഞാൽ ഇങ്ങനെ തർക്കിക്കും. നമ്മൾ ആരെങ്കിലും ജയിക്കുവോ? ആരും ജയിക്കൂല, ആരും തോൽക്കൂല. തോൽക്കാൻ ആരും തയ്യാറല്ലോ. പലപ്പോഴും തോൽക്കുന്ന ആള് സത്യം അറിയുന്നവൻ തോൽക്കുന്നു പറയാം, അവന് വിട്ടുകൊടുക്കും. പല വിട്ടുകൊടുക്കലുകളും ഭയന്നുകൊണ്ടാവില്ലേ. പലരും പറയാം അവൻ തോറ്റു എന്ന് പറയുന്ന കാര്യമില്ലേ. നമ്മള് പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ മനസ്സിലാവും, പലരും നമ്മളെ വിട്ടു തന്നതായിരുന്നു തോൽവി എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. തോൽക്കാനാണ് കഴിവ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, തെറി വിളിക്കാൻ വലിയ കഴിവൊന്നും വേണ്ടത്ര, വൈകാരികതയാണ്. വൈകാരികത അനുസരിച്ച് കണ്ണ് ചവപ്പിച്ച് പല്ല് കടിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റും. അതെന്റെ സ്വത്വമാണ്, സ്വാഭാവികമാണ് എല്ലാവർക്കും. അത് കുറച്ച് അധികരിച്ചു പോയിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, പല്ല് കടിക്കുക, അങ്ങോട്ട് കാണിച്ചരാന്ന് പറയുക, ഇതൊക്കെ എനിക്ക് പറ്റും. അതെന്റെ സ്വാഭാവികമാണ്. അതിന് പകരം ചീത്ത വിളിക്കുന്നവരോട് ചിരിക്കാനും പോട്ടെ എന്ന് പറയാനും, ഉള്ളിൽ പറയാനും, അവനെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിളിക്കും കേട്ടോ. അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ അത് അവൻ കളിയാക്കിയിട്ട് ധരിക്കും. യഥാർത്ഥത്തില് അത്തരത്തിൽ നമ്മളെ മോശമായി പറയുന്നവനോട് ചേർന്ന് പ്രവർത്തിക്കുക എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്തരം ഒരു ആശയത്തിൽ ഇല്ല എന്ന് പറയുമ്പോ ആളുകൾ പറഞ്ഞു, നിങ്ങൾ കൂട്ടായ്മയെ കണ്ടോ? അദ്ദേഹം പറയുന്നത് 2ഉം 3ഉം പടികൾ എന്റെ വിശ്വാസമായിട്ട് മാറുന്ന കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ എനിക്ക് യോജിക്കും, അതിൽ പറഞ്ഞ കാര്യങ്ങളെ പിന്തുടർന്ന് സുബോധവാനാകുമെന്ന് കണ്ടെത്തുകയാണ്. അതിനുശേഷം എനിക്ക് കാര്യങ്ങൾ വ്യക്തമായും ആഴത്തിലും മനസ്സിലായി.
എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എന്റെ കുടിയോ മറ്റുള്ള വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ വസ്തുക്കളെയോ എന്തിന് എന്റെ ജീവിതത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതേ ഒരു കാര്യം കണ്ടെത്തുന്നുണ്ട്, കുടി നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല, വ്യക്തികളെ നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനയെ പറയുന്ന കാര്യം എത്രയാണ്, വ്യക്തികളുടെ പെരുമാറ്റം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാകാൻ പറ്റുന്നില്ല. കുടിയുടെ പോലെ തന്നെയാണല്ലോ, ഭാര്യ ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഭാര്യ അങ്ങനെ പെരുമാറിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല. മക്കൾ പഠിക്കണമെന്ന ആഗ്രഹം, വിചാരിച്ച രീതിയിൽ മാർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബോസ് എന്നോട് നന്നായി പെരുമാറണം എന്ന നിലയ്ക്കാണ് ഞാൻ ബോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കമ്പനിയിൽ, പക്ഷെ അത് ഉണ്ടാവണമെന്നില്ല. ബിസിനസ്സിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ എനിക്ക് ലാഭം ഉണ്ടാക്കണം എന്നാണ്, പക്ഷെ ലാഭം ഉണ്ടാവണമെന്നില്ല. അവിടെ ഒന്നും നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല, സാഹചര്യം, വ്യക്തികളെ. അപ്പൊ അദ്ദേഹത്തിനും അത് മനസ്സിലാവുകയാണ്. സ്ഥലങ്ങളുടെ കാര്യം, വസ്തുക്കള്, സ്വന്തം ജീവിതം പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കുക. ഇക്കാലം അത്രയും എനിക്ക് എന്റെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ആകാശത്തുള്ള ഒരു മാന്ത്രികന്റെ മേലുള്ള വിശ്വാസമല്ല അത്. ആകാശമാമനായിട്ട് ഞാൻ പറയാറില്ല, ആകാശമാമനുള്ള വിശ്വാസമായിരുന്നില്ല അത്. ഒരു മാന്ത്രികൻ ആകാശത്തിൽ നിന്ന് മാന്ത്രിക ദണ്ട് കൊണ്ടുണ്ടാക്കിയിരുന്ന ഒരു വിശ്വാസമല്ല. പ്രകൃതിയുടെ ശക്തിയിലുള്ള വിശ്വാസമാണ് എനിക്കുണ്ടായിരുന്നത്. എന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറി വൃത്തിയായി സൂക്ഷിച്ചാൽ ഭേദമാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ ശരീരം മദ്യാസക്തിയിൽ നിന്നുള്ള മുറിവിൽ നിന്ന് ക്രമേണ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയും. ഒരു മുറി ഉണ്ടായാല് ഞാൻ എന്ത് ചെയ്യണം? മറ്റേ മരുന്നുകൾ ഇടണം, അത് വേണ്ട രീതിയിൽ വേറെ അടച്ചു വെക്കാൻ പറ്റും. വലിയ മുറിയാണെങ്കിൽ, ഷുഗർ ഒന്നും ഇല്ലെങ്കിൽ അത് താനെ ഉണങ്ങാറുണ്ട്. പിന്നെ നമ്മൾ സെപ്റ്റിക് ആവാതെ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് ഓയിൽമെന്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതിലേക്ക് കെട്ടുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. അതല്ലാണ്ട് ഇപ്പൊ നമ്മൾ സയന്റിഫിക്കലി നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഈ മുറികളിൽ കാപ്പിപ്പൊടി ഇടുക, അതൊക്കെ കൂടുതൽ പ്രശ്നമാവുന്നൊക്കെ മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അവിടെ അതിനെ സൂക്ഷിക്കുന്ന പോലെയാണ് മദ്യാസക്തി എന്ന് പറയുന്ന രോഗം. എനിക്ക് ആ രോഗമുണ്ട്. ആ രോഗത്തിന് ആവശ്യമായ മരുന്ന് ഞാൻ ഇടുന്നു, അത് വൃത്തിയായി സൂക്ഷിക്കുന്നു. നമ്മളെ വീട് വൃത്തിയാക്കുന്ന പോലെ അത് മനസ്സിലായി. എന്റെ ശരീരം മദ്യാസക്തിയിൽ നിന്നുള്ള മുറിവിൽ നിന്ന് ക്രമേണ മാറി അല്ലെങ്കിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാനസികമായ മുറിവിലും ഇത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഈ കൂട്ടായ്മയിലുള്ള അംഗങ്ങളുടെ യാതൊരു പ്രതിഫല ഇച്ഛയുമില്ലാതെ സഹകരണം, അവർക്ക് എന്നോടുള്ള അനുകമ്പ, 12 പടികൾ എന്ന് പറയുന്ന പടച്ചട്ടയും കൊണ്ട് മദ്യവിമുക്തി എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് എന്നെക്കാൾ വലിയ ശക്തി എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ എന്നെക്കാൾ വലിയ ശക്തി ഇത്ര മനോഹരമായിട്ട് അദ്ദേഹം പറയും. ആ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അദ്ദേഹം കണ്ടെത്തി. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മുറി ഉണ്ടായിട്ടുണ്ട്. എന്റെ ശരീരത്തിനുണ്ടായ മുറി ഞാൻ കുടിക്കാതിരിക്കുന്നു. മാനസികമായിട്ട് എനിക്ക് കുറെ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ഞാൻ അത് മാറ്റുക, നമ്മൾ വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞ പരിപാടിന്റെ ചില കാര്യങ്ങൾ മാറ്റം വരുത്തി. മറ്റ് അംഗങ്ങൾ, ആ കൂട്ടായ്മയിലെ അംഗങ്ങൾ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നുണ്ട്. സുബോധം മാത്രമാണ് ഇതിന്റെ പ്രതിഫലം. 12 പടികൾ എന്തിനാണ് വീണ്ടും കുടിക്കാതിരിക്കാനുള്ള പടച്ചട്ടയായിട്ട് ഉപയോഗിക്കുന്നത്? ചില മാറ്റങ്ങൾ വരുത്തുകയാണ് ജീവിതത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങളാണ് 12 പടികൾ. അതിലൂടെ മദ്യവിമുക്തി അദ്ദേഹത്തിന് കൈവരികയാണ്. അതാണ് അദ്ദേഹത്തിന് വലിയ ശക്തി എന്ന ആശയമായിട്ട് കരുതാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ഡീനിന്റെ കഥയാണ്. വളരെയധികം അവശനും ആശയക്കുഴപ്പവുമുള്ള ഒരു മുഴുക്കുടിയനായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത്. പക്ഷേ സെറനിറ്റി പ്രയറിൽ ദൈവം എന്ന വാക്ക് കണ്ടതോടെ ഇത് എനിക്ക് പറ്റിയ ഇടമല്ല എന്ന് ഞാൻ തീർച്ചയാക്കി. ഇതൊരു മതപരമായ സംഘടനയാണെന്ന് ഞാൻ കരുതി. കാരണം ഞാനൊരു നിരീശ്വരവാദിയായിരുന്നു. ഡീൻ പറയാണ്, ഈ വക കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതെ സ്ഥിരമായി മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ അന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ എന്നോട് പറഞ്ഞു. കാര്യങ്ങൾ ക്രമേണ ശരിയാകുമെന്ന് അയാൾ പറഞ്ഞു. എങ്ങനെയെങ്കിലും കുടിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ മനസ്സിലാക്കിയ തരത്തിലുള്ള ദൈവമാണ് അത്. എന്റെ മനസ്സിലാക്കലാണ്, ഒരു മതസംഘടനയല്ല എന്ന് എനിക്ക് മനസ്സിലായത്. അതിനത് ക്രമേണ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ആ മീറ്റിംഗിൽ അധ്യക്ഷനൊക്കെ പറഞ്ഞു, ഇതൊരു മതസംഘടന എന്നല്ല,
ഈ സെറനിറ്റി പ്രയറിൽ പറയുന്ന ദൈവം നിങ്ങളെ മനസ്സിലാക്കലാന്ന് പറഞ്ഞു. അപ്പോ മീറ്റിങ്ങിൽ പങ്കെടുത്തു, സേവനങ്ങൾ ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു 4 വർഷക്കാലം ആൽക്കഹോളിക്സ് അനോണിമസിലെ ഡീൻ സഞ്ചരിക്കുന്നു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥതകളിലേക്ക് പോയി. അദ്ദേഹം തള്ളിവിട്ടു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ 2 വഴി ഉണ്ടായിരുന്നു. കുടിക്കാതിരിക്കുന്നുണ്ട് 4 വർഷമായിട്ട്, പക്ഷെ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. ഒന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, ജീവിതം മടുത്തു എന്ന തോന്നലൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അതേപോലെ അദ്ദേഹം. അല്ലെങ്കിൽ സ്പോൺസറെ കണ്ടെത്തിയിട്ട് പടികൾ പരിശീലിച്ചു തുടങ്ങുക. ഏതെങ്കിലും ഒന്ന് ജീവിക്കണോ അതോ പ്രോഗ്രാമിലേക്ക് വരണോ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്പോൺസറെ കണ്ടെത്തി, പടികളിലൂടെ യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സ്പോൺസർ ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞു, നീ വിശ്വാസിയല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, എനിക്ക് നിന്നെ ആ കാര്യത്തിൽ സഹായിക്കാനൊന്നും പറ്റില്ല, കാരണം നീ നിന്റെ കാര്യം കണ്ടെത്തിക്കൊള്ളണം, നിന്റെ ദൈവം എന്താണെന്ന് നീ കണ്ടെത്തണം, നീ അത് ആലോചിച്ച് നോക്കുക പറഞ്ഞു. അദ്ദേഹം അതിൽ വേറെ വർത്താനൊന്നും പറഞ്ഞില്ല. നീ ക്രിസ്ത്യാനി ആവണം, അല്ലെങ്കിൽ ഇതാണ് ശരിയെന്നോ ദൈവവിശ്വാസം എന്താണെന്നോ അദ്ദേഹത്തോട് പറഞ്ഞില്ല. അപ്പൊ അവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 2ാം പടിയിൽ തപ്പി തടഞ്ഞു നിന്നു. കണ്ടെത്തലിന് മുമ്പായിട്ട് അവഗണിച്ച് എന്നും വരാതിരിക്കാനായിട്ട് ഞാൻ എല്ലാ മതങ്ങളെയും പറ്റി പഠിക്കാൻ ആരംഭിച്ചു. മറ്റുള്ള പടികൾ ചെയ്യുന്നതിന് ആവശ്യമായവ എനിക്ക് ലഭിച്ചു. അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ചുറ്റുമുള്ള മറ്റു മധ്യാസ്ഥ രോഗികളെയും അവരുടെ സുബോധ ജീവിതത്തെയും കണ്ടപ്പോൾ എന്തോ ഒന്ന് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടെത്തി. ഏകദേശം ഞാൻ 1 വർഷക്കാലം മതങ്ങളെ പറ്റി പഠിക്കുവാൻ സമയം ചെലവഴിച്ചു. വിവിധ മതങ്ങളുടെ മീറ്റിങ്ങുകളിലും ഒത്തുചേരലുകളിലും ഞാൻ പങ്കെടുത്തു. ചിലത് എന്നെ നന്നായി ആകർഷിച്ചു. ബുദ്ധമതവും താവോയിസവും എനിക്ക് ചേരുമെന്ന് തോന്നി. പക്ഷെ എന്തോ ഒന്ന് ഏതെങ്കിലും മതം തിരഞ്ഞെടുക്കുന്ന എന്നെ വിലക്കുന്നതായിട്ട് തോന്നി. അപ്പൊ അദ്ദേഹത്തിന് ചാഞ്ചാട്ടമൊക്കെ വന്നു. അദ്ദേഹം പല മതങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആരംഭിച്ചു, ഏതാ ശരി എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ താവോയിസത്തിനെ പോലെ, അതേപോലെ ബുദ്ധമതത്തിലൊക്കെ ഈ ദൈവത്തെ ഒരു ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു കാലത്ത് അങ്ങനെ ഭയങ്കര തെറ്റായിട്ട് പോയിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ബുദ്ധമതത്തിന്റെ കോട്സ് ഇടുക, പിന്നീട് ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബോധിവൃക്ഷത്തിലെ മുള്ളുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ബുദ്ധമതം പോലും അഹിംസ അല്ല എന്നൊക്കെ പറയുന്ന ഡോക്ടർ മനോജ് ബ്രൈറ്റിന്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിശ്വാസമൊക്കെ ആദ്യകാലത്തൊക്കെ ഈ എത്തിസ്റ്റുകളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലെ ഓഷോ രജനീഷ് വേറൊരു തട്ടിപ്പായിരുന്നു. അതിലേക്കല്ല, സോറി, ഞാനത് ഇതിൽ പറയില്ല. അപ്പൊ അത്തരത്തിലേക്കൊക്കെ ഉള്ള ആശയങ്ങളിലേക്ക് ഈ എത്തിസ്റ്റുകൾ പോയിട്ട് വീഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനും അന്നത്തെ കാലത്ത് ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം വീണു. പക്ഷെ അദ്ദേഹത്തിന് ആ മതം എന്തോ ഒന്ന് തെരഞ്ഞെടുക്കുന്നതിൽ ചെറിയൊരു കുഴപ്പമുണ്ടായി. ഞാൻ വെറുതെ 1 വർഷം ഉപയോഗമില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഏത് ദൈവമാണ്, ഏത് മതമാണ് എനിക്ക് ചേരാത്തത് എന്ന് എനിക്ക് പഠിക്കുവാനായല്ലോ. അവയെല്ലാം മനസ്സിലിട്ടിരുന്ന് ചിന്തിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു നിരീശ്വരവാദിയായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ എനിക്ക് തുടരാനാകും. എയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, അറിവ്, ഇതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നെക്കാൾ വലിയ ശക്തി എന്ന് ഞാൻ കണ്ടെത്തിയ മനോഹരമായ പ്രകൃതിയാണ് ഇന്ന് എന്റെ ഉന്നത ശക്തി എന്ന് എനിക്ക് മനസ്സിലായി. ദൈവം എന്ന വാക്കുച്ചരിക്കാനായിട്ട് എനിക്ക് യാതൊരു പ്രയാസമില്ല. എയിലുള്ള എന്റെ ദൗത്യം എന്നെ പോലെ കഷ്ടപ്പെടുന്ന മറ്റു മധ്യാസക്തർക്ക് എയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു ഉന്നത ശക്തിയെ കണ്ടെത്താനുള്ള യാത്രയും തുടങ്ങുന്നു. അപ്പൊ വളരെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മാറ്റം അദ്ദേഹത്തിന് മനസ്സിലായി. മതങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോ അംഗങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെറുതെ കുറെ സമയം ഉപയോഗമില്ല എന്നൊക്കെ അദ്ദേഹത്തിന് 1 വർഷം, 4 വർഷം മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് അദ്ദേഹം കയറി വന്ന് പിന്നെ 1 വർഷം ഈ മതങ്ങൾ ഏതെങ്കിലുമൊക്കെ പഠിച്ച് ഏതെങ്കിലും ഒരു മതം തെരഞ്ഞെടുക്കാന്ന് കണ്ടു. ചില മതങ്ങളോട് താല്പര്യം തോന്നി. പക്ഷെ എന്തോ ഒന്ന് അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ തലച്ചോറിൽ അവർക്ക് എന്തെങ്കിലും അപകടമൊക്കെ പറ്റണം. ഈ വയസ്സായ സമയത്ത് വിശ്വാസം ഉണ്ടാവുന്നതിനൊക്കെ ഈ ആളുകൾ കളിയാക്കാരനെ എപ്പോഴും പറയാറുള്ളത്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ തലച്ചോറ് കൃത്യമായിട്ട് ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങൾ താറുമാറാകുമ്പോൾ ഈ സ്വതന്ത്ര ചിന്തയുടെ ഭാഗമൊക്കെ പോകും, അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മദ്യാസക്തർ പോലും മദ്യം ചോദിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ മറന്നുപോകും. ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ ഓർമ്മയുണ്ടാവില്ല. കാൾസാഗർ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ചെറുതാണ്, നിങ്ങൾക്ക് എളിമപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തില് ഭൂമി എവിടെയാണ്, എത്ര ഗ്രഹങ്ങളുണ്ട്,
എത്ര എന്താ പറയുക ഗാലക്സികളുണ്ട്, എത്ര നക്ഷത്രങ്ങളുണ്ട്, കോടാനുകൂടി നക്ഷത്രങ്ങളുടെ ഇടയിൽ ചെറിയ ഒരു കോളമാണ് ഭൂമി എന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞ പോലെയാണ് മനുഷ്യന്റെ തലച്ചോറ്. ന്യൂറോൺസിന്റെ പ്രവർത്തനമൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. അതേപോലെ ഇപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി, എനിക്കൊരു വിശ്വാസിയാവാനൊന്നും പറ്റില്ല എന്ന് അദ്ദേഹം മതങ്ങൾ പഠിച്ച ശേഷം മനസ്സിലായി. അപ്പൊ ഏഴ് പഴമക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് പറ്റാത്ത മതം എന്താന്നൊക്കെ മനസ്സിലായില്ലേ, അത് വെച്ച് പ്രവർത്തിക്കാമെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിരീശ്വരവാദിയായിട്ട് തുടരാൻ പറ്റും, എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് നിന്ന് കിട്ടുന്ന സ്നേഹം വേണം, കുറെ അറിവ് കിട്ടുന്നു, കുടിക്കാതിരിക്കാനായിട്ടും മറ്റു കാര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. അപ്പൊ അദ്ദേഹത്തിന് പിന്നീട് പുതിയ മാറ്റം വരികയാണ്. അത് സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് വരും. എന്നെക്കാൾ വലിയ ശക്തി എന്ന് കണ്ടെത്തിയ ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ ആശയം, അത് തന്നെയാണ് എന്റെ ഉന്നതമായ ശക്തി എന്ന് മനസ്സിലായി. ഇന്ന് എനിക്ക് ദൈവം എന്ന വാക്കിനോട് പോലും പോരാട്ടങ്ങളൊന്നുമില്ല, ഒരു പ്രയാസവും ഇല്ല. ഒരൊറ്റ കാര്യമുള്ളൂ ആൽക്കഹോളിക്സ് അനോണിമസിൽ: കഷ്ടപ്പെടുന്ന മറ്റു മദ്യാസക്തരെ സഹായിക്കുക. അവിടെ ആ ഒരു കാര്യം അത് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം എന്താണ്, പുതിയ മാറ്റങ്ങൾ, ഇന്നലത്തെ അറിവല്ല ഇന്ന് എന്ന ആ ബോധ്യത്തിലൂടെ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് അദ്ദേഹം നിർത്തുകയാണ്. അപ്പൊ നമ്മള് ഇതുവരെയുള്ള അംഗങ്ങളുടെയൊക്കെ 3 അംഗങ്ങളുടെ ഷെയറിങ് നമ്മളൊന്ന് ചർച്ച ചെയ്ത്, അപ്പൊ എന്തെങ്കിലും എന്താ പറയുക, വളരെ കൃത്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആശയങ്ങൾ, നമ്മുടെ അനുബന്ധം 2 ഒക്കെ വരുന്ന ആ കാര്യവും, അനുബന്ധം 2 ഞാൻ ലാസ്റ്റ് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അവരുടെ വിശ്വാസങ്ങൾ മാറ്റിയിട്ടുള്ള ആളുകളല്ല. അദ്ദേഹം പറഞ്ഞ പോലെയാണ്, തന്റെ ആശയങ്ങൾ പല രീതിയിൽ വിശ്വാസത്തിൽ നിന്ന് തെന്നിമാറുന്ന ആളുകളെയും ആക്ടിവിസ്റ്റുകളെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ എന്റെ ആശയത്തിനെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാതെ, സ്പോൺസർഷിപ്പിന്റെ പാമ്പറ്റിലൊക്കെ പറയാറുണ്ട്, എന്റെ വിശ്വാസമില്ലായ്മ പോലും ഞാൻ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയാറുണ്ട്. അവരുമായിട്ട് അനാവശ്യ തർക്കങ്ങൾക്ക് നിൽക്കുക, അവര് എന്റെ ആശയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതൊന്നും സഹായിക്കില്ല, ആകർഷകമായിരിക്കില്ല. എയുടെ പ്രവർത്തനം ഓരോ വ്യക്തിക്കും അവനവന്റെ ലെവലിൽ നിന്നുകൊണ്ട് ഈ പടികൾ പരിശീലിക്കാനുള്ള അവസരമാണ്. ഒരാൾക്ക് പോലും ഈ സന്ദേശം നിഷേധിക്കപ്പെടരുത്. മദ്യാസക്തനാണ്, മദ്യം മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന അവന്റെ വിശ്വാസമോ അവന്റെ ജാതിയോ മതമോ എന്തോ ആയിക്കോട്ടെ, അവൻ ഏത് തരത്തിലുള്ള മനുഷ്യനായിക്കോട്ടെ, സമൂഹം വെറുക്കുന്ന ക്രിമിനൽ ആയിക്കോട്ടെ, അവനൊരു മാർഗമുണ്ട് പുറത്തേക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന രക്ഷാമാർഗമുണ്ട് എന്ന സന്ദേശമാണ് പ്രാഥമിക ഉദ്ദേശം. അത് തന്നെയാണ് നമ്മുടെ പ്രയാമ്പിളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു 3 കഥകളും വന്ന്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച പറയാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് നമ്മുടെ അംഗങ്ങളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിഭാവനം ചെയ്ത സുബോധം ആരംഭിച്ചുകൊണ്ട് തന്നെ ഇതുവരെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു രാജേഷേട്ടാ.